प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे ओम तत्सत. हरे कृष्णा. हरे कृष्ण प्रभुजी. दंड प्रणाम. दंड प्रणाम. दंड प्रणाम प्रभुजी. बलदेव प्रभु दंड प्रणाम. प्रणाम कृष्ण. हरे. ഓക്കെ, നമ്മള് 6th ചാപ്റ്റർ അല്ലേ? അതെ, 6.11. 6.11. രണ്ട് ക്ലാസ്സും ഒരുമിച്ചാ പോകുന്നത്. നമ്മുടെ ജ്യോതി മാതാജിരെ, ശ്രീ സച്ചി മാതാജിരെയും നിങ്ങളുടെയും ക്ലാസ് ഒരുമിച്ചിട്ടാ പോകുന്നു പറയാം. അപ്പോ കമ്പൈൻ ചെയ്യണ്ടോ പ്രഭുജി? അല്ല, അവർക്ക് ഇന്ന് ഓഫീസല്ലേ, അവരുടെ സമയം ശരിയാവുന്നില്ല. അപ്പൊ അവരുടെയും 6.6 6.7 എന്തോ ആയിരുന്നു. അത് ശരി. മറ്റേത് തേഴ്സ്ഡേയിലത്തുള്ളത് 15th ചാപ്റ്റർ ആണ്. 15th ആയോ പ്രഭുജി? കുറെ മുന്നേ തുടങ്ങി. അത് കുറെ മുന്നേ തുടങ്ങിയതാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. ആരൊക്കെയാ വന്നിരിക്കുന്നത്? ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? അങ്ങനെ സെപ്പറേറ്റ് അല്ല, പ്രഭുജിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ പറയാ? സെപ്പറേറ്റ് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് എന്താ ബുദ്ധിമുട്ട്? ഓക്കെ, സോ രൂപേശ്വരി മാതാജി, പ്രഭുജി ആൻഡ് ബൽദേവ് പ്രഭു, പിന്നെ നിങ്ങളും അല്ലേ? ദണ്ഡ പ്രണാം. ഓ, സർവപാലക പ്രഭു ഉണ്ടോ? ഹരേ കൃഷ്ണ. ഓക്കെ, ഹരി ബോൾ. So 6.11 and 12. Suchau deshe pradisthapya sthiram asanam atmanah natyuchrishtam uchritam nati nicham chailajina kushotaram tatra kagram mana krutva yata chitendriya kriyah upavishyasane yunjyat yogam atma vishuddhaye. സന്തോഷ് പ്രഭു കുറെ ദിവസമായി സന്തോഷ് പ്രഭുവിനെ കേട്ടിട്ട്. ശുചോദേശേ പ്രതിഷ്ഠാപ്യേ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രിതം നാതി നീചം ശൈലാജിന കുശോത്തരം തത്രൈകാഗ്രം മനഃ കൃത്വാ യതചിത്തേന്ദ്രിയ ക്രിയഃ ഉപവിശ്വാസനേ യുജ്യാദ്യോഗാത്മ വിശുദ്ധയേ. ഹരി ബോൾ. ദേവി പ്രഭു, ട്രാൻസ്ലേഷൻ. Practice yoga, one should go to a scheduled place and should lay kushagrasa on the ground and then cover it with a deer skin and a soft cloth. The seat should be neither too high nor too low and should be situated in a shade place. The yogi should then sit on it very firmly and practice yoga to purify the heart by controlling his mind, senses and activities and fixing the mind on one point. Very good. So to practice yoga, one should go to a secluded place and should lay kusha grass on the ground and then cover it with a deer skin and a soft cloth. The seat should be neither too high nor too low and should be situated in a sacred place. The yogi should then sit on it very firmly and practice yoga to purify the heart by controlling his mind, senses and activities and fixing the mind on one point. So, ഇവിടെ എന്തിനെ പറ്റിയാണ് പറയുന്നത് നിഷ മാതാജി? യോഗികൾ എങ്ങനെ ഇരിക്കേണ്ടത്? ഏത് യോഗത്തിനെ പറ്റിയാണത്? ധ്യാന യോഗ. അതിനെന്താ പറയാ? എന്ത് യോഗയാണത്? ധ്യാന യോഗാഭ്യാസം.
അന്നെ ധ്യാനയോഗം മനസ്സിലായി, പക്ഷെ അതിന്റെ ഒരു പെർട്ടിക്കുലർ പേരുണ്ടല്ലോ, സമാധിസ്ഥനാവാൻ. അഷ്ടാംഗ യോഗ. അഷ്ടാംഗ യോഗത്തിനെ പറ്റിയല്ലേ പറയുന്നത് ഇവിടെ. 8 അംഗം ആണ്, 8 limbs ഓഫ് യോഗ. അപ്പൊ എന്താണ് അതിന്റെ പ്രൊസീജിയർ? എവിടെ പോകണം? Scheduled place. വിജനമായ സ്ഥലത്ത്. വിജനമായ സ്ഥലത്താണോ? അതെ, വിജനമായ സ്ഥലത്താണോ? വിജനമാണ് അതിന് സ്പെസിഫിക്കലി. പക്ഷെ അവിടെ വിജനം എന്ന് പറഞ്ഞാൽ, ജനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു calm and quiet place. ഫോറസ്റ്റിലല്ലേ? Forest. സെക്ലൂഡഡ് പ്ലേസ്. ഓക്കെ, അതായത് മനുഷ്യന്മാരുടെ ശല്യം ഇല്ലാത്ത സ്ഥലത്ത്. ഓക്കെ, എന്നിട്ട് എങ്ങനെ ഇരിക്കണം? സിറ്റിംഗ് പ്ലേസ് എങ്ങനെ ഇരിക്കണം? വിശുദ്ധമായിരിക്കണം. ഓക്കെ, സെക്ലൂഡ്, അത് ഓക്കെ, സെക്ലൂഡഡ് പ്ലേസ്, അത് വളരെ സേക്രഡ് പ്ലേസ് ആയിരിക്കണം. കുശാഗ്രാസ്. അതെ. എന്താണ് ഈ കുശാഗ്രാസിന്റെയും ഡിയർ സ്കിന്നിന്റെയും ഒരു പ്രത്യേകത? It will not allow electricity to pass through the earth. എന്താ പറഞ്ഞ? Electric conduct material, non-electric conduct material അല്ലേ ഇത്? അതെ, നമ്മുടെ ബോഡിയിലുള്ള ഇലക്ട്രിസിറ്റി എർത്തിലോട്ട് പാസ് ചെയ്യിപ്പിക്കില്ല. ഓക്കെ ഓക്കെ. അത് ഡിയർ സ്കിന്നിന്റെ ജന്തുക്കളൊന്നും വരില്ല, ഇഴഞ്ഞു വരില്ല, മറ്റുള്ള ഇഴജന്തുക്കളൊന്നും വരില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കുശാഗ്രാസ് പ്രഭു പറഞ്ഞ പോലെ നമ്മുടെ എനർജി താഴേക്ക് പോവില്ല, എർത്തിലേക്ക് പോവില്ല. And deer skin is to, distract the reptiles and other such insects. And seed should be neither too high nor too low. വളരെ ഉയർന്നതായിരിക്കില്ല, വളരെ താഴ്ന്നതായിരിക്കാൻ പാടില്ല. പിന്നെ ഇറ്റ് ഈസ് ഒരു നല്ലൊരു ഹോളി പ്ലേസ്, സേക്രഡ് പ്ലേസസിലായിരിക്കണം. എന്താണ് സേക്രഡ് പ്ലേസ് തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? ഒരു അങ്ങനത്തെ ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? അറ്റ്മോസ്ഫിയറിൽ പോസിറ്റീവ് എനർജി കൂടുതൽ ഉണ്ടാവും. യെസ്, അവിടെ പോസിറ്റീവ് എനർജി കൂടുതൽ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് മഹാഭാരതം യുദ്ധം, കുരുക്ഷേത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? അവിടെ ഒരുപാട് നല്ല റിച്വൽസ് എല്ലാം കണ്ടക്ട് ചെയ്തിട്ടുള്ള പ്ലേസ് ആയിരുന്നു കുരുക്ഷേത്രം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രം, ധർമ്മക്ഷേത്രമാണ്. ഒരുപാട് ഓസ്റ്ററിറ്റീസും ഒരുപാട് പെനാൻസസും ഒരുപാട് സാക്രിഫൈസും ചെയ്തിട്ടുള്ള ഒരു സേക്രഡ് പ്ലേസ് ആയതുകൊണ്ട് അവിടെ എന്തൊരു ധർമ്മത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു അതിന് ഓസ്പീഷ്യസ്നെസ് ഉണ്ടായിരിക്കും, അതിന് വിജയം കൈവരിക്കും. അതുകൊണ്ട് അതേപോലെ ഇതും നമ്മളൊരു യോഗ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഒരു സേക്രഡ് പ്ലേസ് ആണെങ്കിൽ അതിന്റെ റിസൾട്ട്, അതിന്റെ ഫലം നമുക്ക് 100% കൈവരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് സേക്രഡ് പ്ലേസ്. ഓക്കെ, സോ സേക്രഡ് പ്ലേസ്, so that we don't get distracted. അതാണ് സേക്രഡ് പ്ലേസ്. പിന്നെ ധർമ്മ ഒരു സേക്രഡ് പ്ലേസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഓസ്പീഷ്യസ്നെസ്. പിന്നെ ഡിയർ സ്കിന്നും മറ്റുള്ള കുശാഗ്രാസും ഒക്കെ to distract other living beings so that we don't get distracted. The person who is doing yoga should not get distracted. പിന്നെ എന്തിനാണ് നമ്മൾ യോഗ ചെയ്യുന്നത്? ഏകാഗ്രത. Controlling his mind. Yeah, purifying the heart and controlling his mind, senses and activities, and fixing the mind on one point. എവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്? നാസികാഗ്രം. അയ്യോ, നാസികാഗ്രം. ഭഗവാന്റെ ഫിക്സ് ചെയ്താൽ മതി. അല്ല, ഈ പ്രാക്ടീസിന് ഇങ്ങനെയാണ്. ഈ യോഗയ്ക്ക്, അഷ്ടാംഗ യോഗയ്ക്ക് കണ്ണ്, വിഷൻ, ഓക്കെ, മനസ്സ് ഭഗവാന്റെ ഇതില്, പക്ഷെ കണ്ണ്, വിഷൻ നമ്മുടെ ഇറ്റ് ഷുഡ് ബി ഫോക്കസ് ഓൺ ദ ടിപ്പ് ഓഫ് ദ നോസ്. പ്രഭുജി, ഇതിലൊരു പ്രശ്നമുണ്ട്. നാസികാഗ്രം പറയുമ്പോ നാസികയ്ക്ക് 2 അഗ്രം ഉണ്ട് എന്നാ പറയുന്നത്. അതേതാ? അപ്പൊ എവിടെ ചെയ്യണം? ഏതാ 2 അഗ്രം? അതായത് മിഡിൽ ഓഫ് ദ ഐ എന്ന് പറയുന്നത് നാസിക സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമല്ലേ? ഇതില് നാസികാഗ്രം പറയുന്നത് ഇവിടെയല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഈ എൻഡല്ല, ഇവിടെയാണ്. അത് കണ്ണ് 2 സൈഡിലേക്കും കൊടുത്തിട്ട് നാസികാഗ്രത്തിൽ കൊണ്ടുവരാനാണ് പറയുന്നത്. 2 കണ്ണും മിഡിൽ പോർഷനിലേക്ക് കൊടുത്തിട്ട്, എന്നിട്ട് നാസിക അഗ്രത്തിലേക്ക്, നാസികയുടെ അഗ്രത്തിലേക്കാണ്. ഇത് നാസിക അഗ്രം അല്ലല്ലോ, അഗ്രം ഇവിടെ അല്ലേ വരുന്നത്. ടിപ്പ് ഓഫ് ദ നോസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ടിപ്പ് ഓഫ് ദ നോസ് പറഞ്ഞ ഇതല്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലല്ലോ.
പക്ഷെ ഏതായാലും പറയുന്നത് കുറെ ആൾക്കാർ പറയുന്നത് എന്താ അറിയോ, ഇവിടെ അല്ല ചെയ്യേണ്ടത്, മിഡിൽ ഓഫ് ദ ഐബ്രോസ് ആണെന്ന്. അതും ഒരു മീൻസ് ഒരു രണ്ട് കണ്ണിന്റെ മിഷൻ അങ്ങോട്ട് കൊണ്ടുവരണം, എന്നിട്ട് താഴേക്ക് ഇത് ചെയ്യണം എന്ന് പറഞ്ഞത്. രണ്ട് കണ്ണിന്റെയും മിഷൻ അങ്ങോട്ട് കൊടുത്തിട്ട് താഴേക്ക് ടിപ്പ് ഓഫ് ദ നോസ് പറഞ്ഞാൽ ഇതാണ് താഴെയല്ലേ. എനിവേ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ അതൊന്നും ചെയ്യാൻ പോലില്ല. ഓക്കെ, എന്തായാലും വിൽ റീഡ് ദ ട്രാൻസ്ലേഷൻ. ലെറ്റ്സ് സീ. ഓക്കെ, so sacred place refers to places of pilgrimage. In India, the yogis, the transcendentalists, or the devotees all leave home and reside in sacred places such as Prayag, Mathura, Vrindavana, Rishikesha, and Haridwar, and in solitude practice yoga, where the sacred rivers like the Yamuna and the Ganges flow. And especially അങ്ങനത്തെ സ്ഥലത്ത് ഹോളി റിവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ബാങ്കിലോ അല്ലെങ്കിൽ എവിടെ ശല്യമില്ല, മറ്റുള്ളവരുടെ ശല്യമില്ലാത്ത സ്ഥലത്തോ ഒരു സേക്രഡ് സ്ഥലത്തായിരിക്കണം ഇങ്ങനത്തെ യോഗ ചെയ്യേണ്ടത്. But often this is not possible, especially for Westerners. The so-called yoga societies in big cities may be successful in earning material benefit, but they are not at all suitable for the actual practice of yoga. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴത്തെ നിലവിലുള്ള ഒരുപാട് യോഗ സൊസൈറ്റീസ് ഉണ്ട് സിറ്റീസിലൊക്കെ. അത് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ വിധി പ്രകാരം നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ്. എന്തിനാണ് അതിന്റെ ഉദ്ദേശം, അത് നമ്മൾ പാലിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെതായിട്ടുള്ള നമുക്ക് ഫലം കിട്ടില്ല എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അതെല്ലാം മിയർലി എക്സസൈസ് ആയിട്ട് മാറുകയാണ്. അതിന്റെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം ഈശ്വര സാക്ഷാത്കാരമാണ്. മനസ്സിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും എന്താ പറയുക കൺട്രോൾ ചെയ്തിട്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കണം നമ്മൾ യോഗ പ്രാക്ടീസ് ഇരിക്കുന്നത്. അതിനാണ് ഈ 8 അംഗങ്ങളും അഷ്ടാംഗം ഒക്കെ യമ നിയമം അങ്ങനെയുള്ള ആ ഓരോ അംഗങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തിട്ട് നമ്മൾ സമാധിയിലേക്ക് എത്തണം. അപ്പോൾ ഇപ്പോഴത്തെ യോഗ സിസ്റ്റംസ് ഒന്നും അതിന് ഉതകുന്നതല്ല. അതുകൊണ്ടാണ് അത് actually it is not serving the purpose. So one who is not self-controlled and whose mind is not disturbed cannot practice meditation. അപ്പോൾ ആർക്ക് ഒരു സംയമനം ഇല്ല, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവർക്കൊന്നും ഈ യോഗ അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. Therefore in the Brihan Naradiya Purana it is said that in Kali Yuga, the present yuga or age, when people in general are short-lived, slow in spiritual realization, and always disturbed by various anxieties, the best means of spiritual realization is chanting the holy name of the Lord. അതുകൊണ്ട് കലിയുഗത്തില് ബൃഹത് നാരദീയ പുരാണത്തിൽ പറഞ്ഞ പോലെ നമ്മൾക്ക് കലിയുഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു യോഗ പ്രാക്ടീസ് ആണ്. എന്താണ്? ഭക്തി യോഗ. എന്താണ്? ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തിയേവ 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 ഗതിരണ്യതേ. നമ്മൾ മുമ്പ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ പോലെ കലിയുഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗമാണ് ഹരേ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം. ഒരേ ഒരു വിധിയുള്ളൂ. എന്താണ്? ഹരിനാമം ചെല്ല, ഹരിനാമം ചെല്ല, ഹരിനാമം ചെല്ല. 3 തവണ ഇതിനെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും എംഫസൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കലികാലത്തില് ഏറ്റവും ഉതകുന്ന ഒരേ ഒരു മാർഗമാണ് ഈ ഹരിനാമം ചെല്ല്. അതുകൊണ്ടാണ് 3 തവണ. പിന്നെ എന്താ പറഞ്ഞാൽ കലോ മീൻസ് കലിയുഗം. ഓക്കെ, നാസ്തി ഏവ നാസ്തി ഏവ നാസ്തി ഏവ ഗതന. വേറൊരു ഉപായമില്ല, വേറെ ഒരു ഉപായമില്ല, വേറെ ഒരു ഉപായമില്ല. എന്ത്? ഗതിർ അന്യത, വേറെ ഒരു വഴിയുമില്ല. എന്ത്? ഹരിനാമം അല്ലാതെ വേറൊരു വഴിയില്ല. മറ്റുള്ള വഴികളൊക്കെ അതിൻ്റെതായിട്ടുള്ള കാലത്തും സമയത്തും ചെയ്യാൻ പറ്റുന്നതാണ്. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും അതിൻ്റെതായിട്ടുള്ള ഓരോ മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ കലിയുഗത്തിൽ ഹരിനാമം അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തിനാ ബുദ്ധിമുട്ടിയിട്ട് മറ്റുള്ള കർമ്മയോഗോ ജ്ഞാനയോഗോ ധ്യാനയോഗോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പ്രോസസ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവാൻ തന്നെ. അപ്പൊ അതുകൊണ്ട് അത് സ്വീകരിച്ചിട്ട് ആ മാർഗത്തിൽ കൂടെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാം എന്നാണ് പറയുന്നത്. So in this age of quarrel and hypocrisy, the only means of deliverance is chanting the holy name of the Lord. There is no other way, there is no other way, there is no other way.
വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ കലിയുഗത്തില് പറ്റുന്ന ഒരേ ഒരു മാർഗം ഹരിനാമ സങ്കീർത്തനം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. അതാണ് കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗം. ഓക്കെ, സോ എന്തെങ്കിലും ഇതിൽ പ്രത്യേകിച്ച് വല്ലതും പറയാനുണ്ടോ? അതോ എനിത്തിങ് യു വാണ്ട് ടു കമന്റ് ഓർ ഷെയർ? ഈ കണക്ഷൻ അങ്ങോട്ട് പോയിരിക്കുന്നു. കണക്ഷൻ അങ്ങോട്ട് പോയിരിക്കുന്നു. ഈ തിരിച്ച കണക്ട് കേൾക്കുന്നില്ലേ? ഉണ്ട്. ഓക്കെ 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 ഓക്കെ. എന്തെങ്കിലും എനി പോയിന്റ്സ് ഇൻ ദിസ്? Prabhuji's and Mataji's, any points you want to share? ഒന്നുമില്ല പ്രഭുജി. ക്ലിയർ ആണ്. അപ്പോ അഷ്ടാംഗ യോഗം നമുക്ക് സൈഡിലേക്ക് നീക്കി വെക്കാം. ഭയങ്കര ടഫാണ്. So next. സമം കായാശിരോ ഗ്രീവം ധാരയൻ അചലം സ്ഥിര സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശാശ്ചാനവലോകയൻ പ്രസന്താത്മാ വിഗതാഭിർ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ മനഃ സംയമ്യ മच्चित्तो യുക്ത ആസിത മത്പരഃ. നിഷമാതാജി. കൃഷ്ണ. സമം കായശിരോ ഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശാചാനവലോകയേൻ പ്രശാന്താത്മാ വിഗതഭിർ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ മനഃ സംയമമच्चित्तो യുക്ത ആസിത മത്പരഃ. Okay, നിഷമാതാജി ട്രാൻസ്ലേഷൻ. Hare Krishna, Prabhuji. Hare Krishna. One should hold one's body, neck, and head erect in a straight line and stare steadily at the tip of the nose. Thus, with an unagitated, subdued mind, devoid of fear, completely free from sex life, one should meditate upon me within the heart and make me the ultimate goal of life. Very good. So one should hold one's body, neck, and head erect in a straight line and stare steadily at the tip of the nose. Thus, with an unagitated, subdued mind, devoid of fear, completely from sex life, one should meditate upon me within the heart and make me the ultimate goal of life. Okay, ഇതാണ് അതിന്റെ പ്രോസസ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിനെപ്പറ്റി നിഷമാതാജി എന്താ മനസ്സിലായെന്ന് പറയൂ. അല്ല, അതിന്റെ പൊസിഷൻ നമ്മൾ ചാൻഡി അടിക്കണ പോലെ ആടി പാടിയിട്ട് നടക്കാൻ പറ്റില്ല. അങ്ങനെ should be erect full in one line. ഞാൻ ചാൻഡ് ചെയ്യുന്ന എങ്ങനെ ഇരുന്നിട്ടാ? എങ്ങനെ? അതെ, ഗുഡ്, വെരി ഗുഡ്. പത്മാസനത്തിനെടുത്ത് സ്പൈനായി ഇരുന്നിട്ട് ചെയ്യാറുള്ളത്. നല്ല കാര്യം, അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ കലികാലത്തിന്റെ വൈഭവം കാരണം നമുക്കും അങ്ങനെ എറക്റ്റ് ആയിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. യോഗാസനം ചെയ്യുന്ന ആൾക്കാർക്ക് ഈസി ആയിരിക്കും. പക്ഷെ നമ്മളൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. പിന്നെ കണ്ണടച്ചിരുന്നിട്ട് തന്നെ ഇരിക്കുക. ഒരു 45 മിനിറ്റ്സ് വരെയൊക്കെ പറ്റും. കണ്ടിട്ടുണ്ട് പ്രഭുജി, ശരിയാണത്. കറക്റ്റ് ഇറക്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. കുറച്ചു നേരമൊക്കെ ഇരുന്ന് ഒരു സ്ഥലത്ത് തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഒന്ന് മാറി വേറെ സ്ഥലത്ത് ഇരിക്കും. അപ്പൊ ആ സ്ഥലം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എനിവേ, if one can do that, nothing like it. ഒരു ആക്ച്വലി നമ്മൾ എന്താണ് ഉച്ചരിക്കുന്നത് അത് നമ്മൾ തന്നെ കേൾക്കണം മിനിമം. ആ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ കുറെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പുറത്തുള്ള വിഷൻസ് എല്ലാം പോവല്ലോ. അതെ, പക്ഷെ മനസ്സ് ചാടിക്കൊണ്ടിരിക്കും. അത് കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് രണ്ട് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ഉച്ചാരണം, അതായത് നാവ്, ഒന്ന് കേൾവി. അത് രണ്ടായിട്ട് മെയിൻ ആയിട്ട് നമുക്ക് കോൺസെപ്റ്റ്. പിന്നെ പതുക്കെ മനസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് കൊണ്ടിരിക്കുക ആ നാമത്തിലേക്ക്. നമ്മളിത് സ്റ്റാൻഡ് ചെയ്യുമ്പോ നമ്മുടെ അതായത് ഹൃദയത്തിനാണല്ലോ ചാൻഡിങ് വരുന്നത്. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ കൂടി കോൺസെൻട്രേഷൻ കിട്ടും. അതായത് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഓഫീസിലത്തെ കാര്യങ്ങളെ കുറിച്ചും. എന്നാലും കുറച്ച് കഴിയുമ്പോ പോവും, അത് പിന്നെയും പിടിച്ചുകൊണ്ട് വരാം. അതെ അതെ, തീർച്ചയായിട്ടും. മനസ്സ് എവിടെ? പ്രഭുവിന്റെ മനസ്സെവിടെ? മനസ്സില്ല.
മനസ്സില്ല എന്ന് പറഞ്ഞാലും നമ്മളിപ്പോ ഞാൻ പറയുന്നത് എന്റെ ബോഡി അല്ല ശരീരമല്ല ഒന്നുമല്ല നമ്മൾ പറയുന്നുണ്ട്. എങ്കിലും ഞാൻ പറയുമ്പോ തൊടുന്നത് എവിടെയാണ്? ഇവിടെയല്ലേ തൊടുക, വലതു ഭാഗത്ത്. തലയിലാരും തൊട്ടിട്ട് ഞാൻ പറയില്ല. അല്ല, ഓക്കെ, ഞാൻ ചോദിക്കുന്ന അർത്ഥമല്ല. മനസ്സ് എവിടെ? നമ്മുടെ മനസ്സ് ശരീരം മുഴുവൻ മനസ്സാണ്. രവി പ്രഭു, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറയുക? മനസ്സ് എവിടെ? ഓക്കെ ഓക്കെ, വേറെ ഡിവോട്ടീസിന് അവരോട് ചോദിച്ചോട്ടെ ഞാൻ. ഓക്കെ, ജഗജീവൻ പ്രഭു, പ്രഭുവിന്റെ മനസ്സ് എവിടെ? ഒന്ന് തൊട്ട് കാണിച്ചു തരാമോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ മനസ്സ് എവിടെ? ഒന്ന് തൊട്ട് കാണിച്ചു തരാമോ? ഈ മൈൻഡും ഇന്റലിജൻസും ഒരു സ്ഥലത്താണ് വസിക്കുന്നത് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ മൈൻഡും ഇന്റലിജൻസും തലച്ചോറാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഹാർട്ടിൽ നമ്മുടെ കോൺഷ്യസ്നെസ് ആണുള്ളത്. അപ്പൊ എനിക്കൊന്ന് സോളാണ് അവിടെ എന്ന് തോന്നുന്നു. കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സുജയ് ഗൗരചന്ദ്ര പ്രഭു, എന്താ പ്രഭുവിന്റെ അഭിപ്രായം? പ്രഭുവിന്റെ മനസ്സ് എവിടെ? ഹൃദയത്തിലാണോ, തലയിലാണോ? ഒരു സെക്കൻഡിൽ 60,000 സ്ഥലത്തേക്കാണ് മനസ്സ് പോകുന്നത് പ്രഭു. എന്റെ ചിന്തകളിലാണ് പ്രഭു മനസ്സ്. യെസ്, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. സോ അത് മനസ്സ് ഒരു സ്ഥലത്തല്ല. വേർ യുവർ തോട്ട് ഈസ്, ദേർ ദ മൈൻഡ് ഈസ്. ഇപ്പൊ എന്റെ മനസ്സ് ഞാൻ അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയിലെത്തി, ഇന്ത്യയിൽ എന്റെ വല്ലവരും വിചാരിക്കണമെങ്കിൽ അവരെത്തി. സോ ഇറ്റ് ഈസ് നോട്ട് ലോക്കലൈസ്ഡ്. മനസ്സിനെ ഒരു സ്ഥലത്ത് നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റില്ല. ഇറ്റ്സ് സട്ടിൽ. സോ വേർ അവർ തോട്ട് ഈസ്, അവർ മൈൻഡ് ഈസ് ദർ. ഞാൻ എന്റെ വീട്ടുകാരെ ആലോചിക്കുമ്പോൾ എന്റെ വീട്ടിലാണ്, നാട്ടില്. ഓക്കെ, അമേരിക്കയിലെ എന്റെ വല്ല റിലേറ്റീവ്സിനെ ആലോചിക്കുമ്പോൾ അമേരിക്കയിൽ പോയി മൈൻഡ്. സോ ഇറ്റ് ഈസ് നോട്ട് ലോക്കലൈസ്. ഇന്റലിജൻസ്, മൈൻഡ്സ്, ഈഗോ എന്നൊന്നും ലോക്കലൈസ്ഡ്, സട്ടിലാണ്. പക്ഷെ അത് നമുക്കൊരു നമ്മുടെ ശരീരത്തിൽ തൊട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു എലിമെന്റ് അല്ല. ഹൃദയം നമുക്ക് തൊട്ട് കാണിക്കാം, ബ്രെയിന് തൊട്ട് കാണിക്കാം, അല്ലെ? അതെല്ലാം ഫിസിക്കൽ ആയിട്ടുള്ള ഗ്രോസ് ആയിട്ടുള്ള കാര്യങ്ങൾ. സട്ടിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. യെസ്, അത് ഇന്റലിജൻസും മൈൻഡൊക്കെ വർക്ക് ചെയ്യുന്നത് ത്രൂ ദ ഓഫ് കോഴ്സ് ദ ബ്രെയിൻ ആൻഡ് ദ സിസ്റ്റം. അഗ്രി. ബട്ട് വേർ ഇറ്റ് ഗോസ്, നമ്മുടെ ശരീരം വിട്ടിട്ട് മനസ്സ് പോകും. ഉറങ്ങുമ്പോ മനസ്സ് മരിച്ചു. ഇല്ല, ഉറങ്ങുമ്പോ മനസ്സ് കംപ്ലീറ്റ് മരിക്കുന്നില്ല. സുഷുപ്തിയിൽ പോകുമ്പോൾ മാത്രമേ അത് കംപ്ലീറ്റ് കട്ട് ഓഫ് ആവുന്നുള്ളൂ. സ്വപ്നത്തില് ഇറ്റ് കട്ട്സ് ഫ്രം ദ ബോഡി. ശരീരത്തിൽ നിന്ന് കട്ട് ഓഫ് ആവുന്നുണ്ട്, പക്ഷേ സെൻസസ് നിന്ന് കട്ട് ആവുന്നില്ല. അല്ല, സെൻസസ് അല്ല, സോൾ ആൻഡ് ദിസ് തിങ്. മൈൻഡ് സ്റ്റിൽ കോൺഷ്യസ് സബ് കോൺഷ്യസിൽ പോകുന്നു മാത്രം. ശരീരമായിട്ടുള്ള ആ ഇതല്ലേ, ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ല എന്ന് മാത്രം, സെൻസസ്. ബട്ട് ഇറ്റ് സ്റ്റിൽ ദർ. പിന്നെ സുഷുപ്തി സ്റ്റേജിലാകുമ്പോൾ ടോട്ടലി you are cut off from the senses and the body and mind, everything. അതുകൊണ്ടാണ് നമ്മള് ഡീപ് സ്ലംബറിൽ പോകുന്നത്. അപ്പൊ നമുക്ക് സ്വപ്നം കാണില്ല. അപ്പൊ നമ്മൾ ഉറങ്ങി കഴിഞ്ഞ് വരുമ്പോ നന്നായിട്ട് ഉറങ്ങി എന്ന് പറയുന്നുണ്ടല്ലോ, അതാരാ പറയുന്നത്? ഡീപ് സ്ലംബർ എന്ന് പറഞ്ഞാൽ അപ്പൊ സ്വപ്നം കാണില്ല. അപ്പൊ ഫിസിക്കൽ ബോഡിയും നമ്മുടെ സോളും കട്ട് ഓഫ് ആവുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. ഫിസിക്കൽ ബോഡി, സെൻസസ്, മൈൻഡ് എല്ലാം സോളിൽ നിന്ന് കട്ട് ഓഫ് ആവുമ്പോഴാണ് സുഷുപ്തി അല്ലെങ്കിൽ ഡീപ് സ്ലംബർ. അതൊരു ടോട്ടൽ, അത് നമ്മുടെ യോഗം ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലായിരിക്കും. അപ്പൊ സോൾ ആൻഡ് പരമാത്മ, സോൾ ആൻഡ് സൂപ്പർ സോൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഡീപ്, അതായത് ട്രാൻസിൽ എത്തുമ്പോൾ. അതേപോലെ നമ്മൾ ഉറങ്ങുമ്പോഴും ജാഗ്രത, ഓക്കെ, ജാഗ്രത അവേക്കനിങ് സ്റ്റേജ് ആൻഡ് സ്ലീപ്പിംഗ്, അതായത് സ്വപ്ന സ്റ്റേജ്. അപ്പൊ സ്വപ്നം കാണും. കാരണം മൈൻഡ് ആൻഡ് സെൻസസ് ആർ ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് സ്റ്റിൽ there, but it is only cut off from the physical body. Sushupti, that is deep slumber parnal, the soul is totally cut off from the body and the senses, including the mind. Krishna Prabhuji. Yes, Madaji. Pranam Prabhuji. Appo Sushupti stage la appo evideyana appo mind Prabhuji? Sushupti, it is cut off from the, I mean, soul has no connection with the mind nor the gross body and the senses. It is in a dormant stage. നമ്മൾ ടോട്ടലി ഒരു ടോട്ടലി, അതായത് കട്ട് ഓഫ് ചെയ്താൽ നമുക്ക് ഒരു ഇതില്ല, സോളിന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, നമ്മുടെ ശരീരം അവിടുത്തെ ഉണ്ട്, ബാക്കി ഇന്ദ്രിയങ്ങളെല്ലാം അവിടുത്തെ ഉണ്ട്, പക്ഷെ അതിന് കണക്ഷൻ ഇല്ല, ആത്മാവായിട്ട് കണക്ഷൻ ഇല്ല. അപ്പോഴാണ് സുഷുപ്തി സ്റ്റേജ്, ഡീപ് സ്ലംബർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊന്നും എന്താ പറയാ, ചെറിയൊരു എന്തെങ്കിലും ശബ്ദം
ചെവിയാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമ്മൾ പിടിക്കുന്നത്. എന്തെങ്കിലും ശബ്ദം വന്നാൽ തിരിച്ച് ആ കണക്ഷൻ വരുന്നു. അപ്പൊ നമ്മള് ഉണർന്നേക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു ഞാൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ ആളാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നു. ഓക്കെ. സ്വപ്നത്തിൽ എന്ത് ചെയ്യുന്നു? സ്വപ്നത്തിൽ നമ്മള് പല കാര്യങ്ങളും കഴിഞ്ഞതും വരാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളെ നമ്മള് പല ഡിഫറെന്റ് കോമ്പിനേഷൻ ആയിട്ട് കാണുന്നു. എല്ലാം ഒരു പെർട്ടിക്കുലർ ഒന്നും നമുക്ക് ശരിക്കും തോന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഇതാ കാണുന്നത്. ശരിയാണ്. ഒരു കണക്ഷൻ ഇല്ലാത്തതായിരിക്കും ചിലപ്പോ കാണുന്നത്. ഇല്ലാത്ത കാണും. അത് ഇനി വരാൻ പോകുന്നതും കാണും, കഴിഞ്ഞു പോയതും കാണും, പിന്നെ മനസ്സിലുള്ള ഇംപ്രഷൻ എന്താണ് അതിനനുസരിച്ചും കാണും, എല്ലാം കാണും. ഒന്നും നമ്മുടെ വി ആർ ബിയോണ്ട് അവർ കൺട്രോൾ ആണ്. അതെ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി, ചിലര് എനിക്ക് തോന്നുന്നു യോഗ ചെയ്യുമ്പോഴും അതുപോലെ ഒരു ഉറക്ക നിദ്രയിൽ പോയിട്ട് അങ്ങനെ ഫീലിംഗ് ചെയ്യുന്നുണ്ടാവും അല്ലെ പ്രഭുജി? ശവാസനത്തിൽ അങ്ങനെയൊക്കെ they can control the mind to a certain extent. ആ മൈൻഡിനെ നമ്മുടെ സോളിനെ സൂപ്പർ സോളിൽ കേന്ദ്രീകരിച്ചിട്ട് ചെയ്യണം. അത് ശരിക്കുള്ള യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. പല എന്താ പറയുക ചക്രാസും പല കുണ്ടലിന യോഗ അത് എന്തൊക്കെയുണ്ടല്ലോ, ഒരുപാടുണ്ടല്ലോ. സോ അതിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് they can ടോട്ടലി കട്ട് ഓഫ്. അപ്പൊ എന്തായിരിക്കും, ആ മനസ്സ് സൂപ്പർ സോളിനെ കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. യോഗ പ്രോസസ്. ചില ആൾക്കാർക്ക് ബോഡി വിട്ടിട്ട് സഞ്ചരിക്കാൻ പറ്റും ആത്മാവിന്. അതൊക്കെ നടക്കും. അതൊക്കെ അത്രയും മിസ്റ്റിക് യോഗ പവർ ഉള്ള ആൾക്കാർക്ക് എല്ലാം they can leave the body and go and come back. എനിവേ ഇറ്റ്സ് ഓൾ മിസ്റ്റിക് പവേഴ്സ്. ഇറ്റ് ഈസ് നത്തിങ് ടു ഡു സ്പിരിച്വാലിറ്റി. ഇതും ആത്മീയമായിട്ടുള്ള ആധ്യാത്മിക കാര്യമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ മിസ്റ്റിക് യോഗിക് പവർ ആയിട്ട് ഒരു അഗൈൻ ഇറ്റ് ഈസ് മെറ്റീരിയൽ. അപ്പൊ അതുകൊണ്ടാണ് ഈ എന്താ പറയാ അഷ്ടസിദ്ധി എന്ന് പറഞ്ഞ 8 തരത്തിലുള്ള സിദ്ധികളുണ്ട് മിസ്റ്റിക് യോഗീസിന്. അതിനു വേണ്ടി ചെയ്യുന്ന യോഗികളുണ്ട് ഈ സിദ്ധി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെ ഈ ബോഡി വിട്ടിട്ട് വേറെ ബോഡിയിൽ കയറാൻ പറ്റും, വേറെ സ്ഥലത്ത് പോയിട്ട് വരാൻ പറ്റും. അനിമ, മഹിമ, പ്രാപ്തി, അങ്ങനെ പല അഷ്ടസിദ്ധികളുണ്ട്. അതും ആത്മീയതയായിട്ട് യാതൊരു ബന്ധവുമില്ല. എഗെയിൻ നമ്മളത് തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഭഗവാനാണ് എന്നുള്ള തെറ്റിദ്ധാരണ. കാരണം അവർക്ക് ആ മിസ്റ്റിസിസം കൊണ്ട്, മിസ്റ്റിക് സിദ്ധി കൊണ്ട് പല മെറ്റീരിയൽ അത്ഭുതങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റും. കർദമമുനി അല്ലേ, അറിയില്ലേ ആരാണ്? ആരാണ് കർദമമുനി? അല്ല, കപിലമുനിയുടെ അച്ഛൻ. യെസ്. ആരുടെ ഭർത്താവ്? കർദമമുനി, ദേവഹൂതി. അപ്പോ അദ്ദേഹം പറഞ്ഞു, അതായത് ദേവഹൂതി വളരെ മെലിഞ്ഞിട്ട് കാണാൻ ഭംഗിയില്ലാണ്ട് ആകെ ശോഷിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ഓക്കെ. അദ്ദേഹം പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ആകാശത്തിലൊരു കൊട്ടാരം ഉണ്ടാവട്ടെ, അവിടെ കുറെ ഉദ്യാനങ്ങളും കുളങ്ങളും കുറെ നല്ല നല്ല കെട്ടിടങ്ങളും പാലസും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹം ജസ്റ്റ് പറഞ്ഞുള്ളൂ. കൊട്ടാരം ഉണ്ടായി. എയർ പാലസ് ഓൺ ദ എയർ, എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട്. ദേവഹൂതി വളരെ സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയായി മാറി. എങ്ങനെ ആക്കാൻ പറ്റി അദ്ദേഹത്തിന്? ചവനപ്രാശം കൊടുത്തിട്ടല്ലേ? ചവനപ്രാശം അത് ഏതോ ഒരു മഹർഷി അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ചവനപ്രാശം ആയുർവേദത്തിൽ എവിടെ പറയുന്നുണ്ടല്ലോ അത്? നമുക്ക് ഇത്തിരി പരീക്ഷിക്കാൻ പ്രവചിച്ച സൗന്ദര്യം കൂട്ടാൻ. അപ്പൊ എന്താ പറയാ ചാൻഡിങ് നിൽക്കും മാതാജി. പിന്നെ കണ്ണാടിയുടെ മുമ്പിലായിരിക്കും എപ്പോഴും. ഓക്കെ. എനിവേ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു? മിസ്റ്റിക് പവർ അല്ലേ പ്രജി? അദ്ദേഹത്തിന്റെ തപോബലം കൊണ്ടാണ് സാധിച്ചത്. നമ്മള് ഓക്കെ ആകാശത്തിൽ ഒരു കൊട്ടാരം ഉണ്ടാവട്ടെ പറഞ്ഞുണ്ടാവോ? നമ്മുടെ ഉള്ള വീടും കൂടി പോകും, ഒളിഞ്ഞു വീഴും. പ്രഭു സമയത്ത് മരുന്ന് കിട്ടും.
ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള മിസ്റ്റിക് യോഗീസ് ആണ് അവരൊക്കെ. ഓഫ്കോഴ്സ് അവരുടെ എന്തിനു വേണ്ടി അവരെ വെറും മിസ്റ്റിക് പവർ മാത്രമല്ല അവർക്കുള്ളൂ, അവർക്ക് ഭഗവാനായിട്ടുള്ള ആ ഒരു ഇതുണ്ട്, സ്പിരിച്വൽ ക്രെഡിറ്റ്സും ഉണ്ട്. അപ്പൊ അവരെ തപസ്സിന്റെ ഇതനുസരിച്ചിട്ടാണ് അവർ എന്ത് വിചാരിക്കുന്നു, എന്ത് പറയുന്നു അത് സാധിക്കും. ഓക്കെ. നമ്മള് ഒരു ബ്രാഹ്മണന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു വൈഷ്ണവന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡിവോട്ടിയുടെ അടുത്ത് ചെന്ന് ആശീർവാദം ചോദിക്കുന്നുണ്ട്. ഓക്കെ. എന്താണ് ഈ അനുഗ്രഹം, എന്താണ് ഈ ആശീർവാദം, എങ്ങനെയാണ് അവർക്ക് ഈ ആശീർവാദം കൊടുക്കാനുള്ള ഈ കരുത്ത് കിട്ടുന്നത്, എവിടുന്ന് കിട്ടുന്നു? ഒരു സാധാരണക്കാരന്റെ അടുത്ത് പോയി നമ്മൾ ചോദിക്കില്ല. അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയി ഒരു പൂജാരി, ഓക്കെ, നല്ലൊരു പ്രീസ്റ്റ്, ഒരു ബ്രാഹ്മണൻ, ഒരു വൈഷ്ണവൻ, ഒരു നല്ല സാത്വികൻ, നമ്മൾ പോയിട്ട് പ്രണാം ചെയ്തിട്ട് അനുഗ്രഹം തരാമോ? എന്താണ് അനുഗ്രഹം? എന്താണ് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ? അവരുടെ മനസ്സിന്റെ ശക്തി തന്നെയല്ലേ ഇത്? എങ്ങനെ അവർക്ക് ഈ മനസ്സിന്റെ ശക്തി കിട്ടുന്നു? അത് പ്രഭുജി പാതഞ്ജല യോഗത്തിൽ പറയുന്നത് എന്താ അറിയുമോ? നമ്മളിപ്പോ ഈ യമനിയമങ്ങള് അഭ്യസിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ എത്തുമ്പോ നമുക്ക് ഈ അനുഗ്രഹിക്കാനുള്ള കഴിവും നമുക്ക് ഈ പല സിദ്ധികളും കിട്ടും. പക്ഷെ മിക്കവാറും 95, 98, 99% ആൾക്കാരും അവിടെ വെച്ച് നിർത്തും. അതായത് നമ്മുടെ ഉദ്ദേശം അവിടെ സമാധിയാണ് നമുക്ക് വേണ്ട ഉദ്ദേശം. പക്ഷെ ഇവർ ഈ ഫലപ്രാപ്തി, ദാറ്റ് മീൻസ് എന്താ പറയുക, ഇങ്ങനെയുള്ള സിദ്ധികളൊക്കെ കിട്ടി കഴിയുമ്പോൾ ആൾക്കാർ അവിടെ വെച്ച് നിർത്തി ആ സിദ്ധിയും കൊണ്ട് ജീവിക്കാൻ തുടങ്ങും. അല്ല, അതൊക്കെ ആ സിദ്ധി, അത് മിസ്റ്റിക് പവറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ലക്ഷ്യം അതല്ല, മിസ്റ്റിക് പവർ അല്ല നമ്മുടെ ലക്ഷ്യം. സമാധി എന്നുള്ള നിലയ്ക്കാണ് എത്തണം, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. അത് തീർച്ചയായിട്ടും. ഓക്കെ. സോ അനുഗ്രഹം നമ്മൾ എന്തുകൊണ്ട്, എങ്ങനെ അവർ പറയുന്ന വാക്കുകൾ ശരിയായിട്ട് വരാൻ കാരണം എന്താണ്? ഫോർ എക്സാമ്പിൾ ഒരാള് ഒരു അനുഗ്രഹം ചോദിക്കേ, ഓക്കെ, അപ്പൊ കാരണം ഒരു വ്യക്തി, ഒരു സാത്വികൻ സദാസമയം ഈശ്വര ചിന്തയോടുകൂടി കഴിയുക, മനസ്സിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് അതിൻ്റെതായിട്ടുള്ള ആധ്യാത്മികതയിലേക്ക് കൊണ്ടുവന്നത്, മറ്റുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാണ്ട് എപ്പോഴും ആ ഈശ്വര ചിന്തയിൽ കഴിയുന്ന ഒരാൾക്ക്, ഇപ്പൊ 16 മാല ശരിക്കും നന്നായിട്ട് അറ്റൻറ്റീവായിട്ട് ചെയ്യുന്ന ആള്, ബാക്കി ആവശ്യത മാത്രം ഭൗതിക ലോകത്തില് കാര്യത്തിൽ ഇടപെട്ട് ജീവിക്കുന്ന ആള്, ബാക്കി സദാസമയം ഭഗവത്ഗീതയും ഭാഗവതവും സ്തോത്രങ്ങളും സ്തുതികളും ഇതെല്ലാം ചൊല്ലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഡിവോട്ടി ഒരു ഉയർന്ന നിലയിലെത്തും. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ തപോബലം ഭയങ്കര ഇതായിരിക്കും. അപ്പൊ അദ്ദേഹം എന്ത് പറയുന്നതോ അത് അതിൻ്റെതായിട്ടുള്ള ആ ശക്തിയോട് കൂടി ഭഗവാൻ അത് സാധിച്ചു കൊടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഉയർന്ന വൈഷ്ണവനോ അല്ലോ ബ്രാഹ്മണനോ ഒരു ബ്രഹ്മചാരിയോ അല്ലോ സന്യാസിയുടെ അടുത്ത് പോയി ചെയ്യുമ്പോൾ അവർ പറയുന്നതെല്ലാം ശരിയായിട്ട് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് നന്ദപുത്ര പ്രഭു വിക്കലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിക്കലുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഓക്കെ, വിക്കലുണ്ടായിരുന്നു. 18-19 വയസ്സില് അദ്ദേഹം നമ്മുടെ ഗുരു മഹാരാജിന്റെ ഒരു പ്രസംഗം, ഒരു പ്രഭാഷണം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സമയത്ത് ഒരാളെ നിയോഗിച്ചിരുന്നു അത് തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു മലയാളം പണ്ഡിതനെ. പക്ഷെ അദ്ദേഹം തർജ്ജമ ചെയ്ത് കേട്ടിട്ട് ഗുരു മഹാരാജിന് മനസ്സിലായി അദ്ദേഹം സ്വന്തം പ്രസംഗമാണ് നടത്തുന്നത്, ഗുരു മഹാരാജ് പറയുന്നതല്ല ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. അപ്പോ ഗുരു മഹാരാജ് നിർത്താൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് നമ്മുടെ നന്ദപുത്ര പ്രഭുവിനെ വിളിച്ചു. അദ്ദേഹം 18-19 വയസ്സുള്ളൂ, BSc എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അദ്ദേഹത്തോട് പറഞ്ഞു, മലയാളം അറിയാൻ ചോദിച്ചു. മലയാളം അറിയാൻ പറഞ്ഞു. പോയി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പ്രഭു പറഞ്ഞു, എനിക്ക് മലയാളം പറയാൻ ശരിക്കും അറിയില്ല, വിക്കലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ കൈ എന്താ പറയാ ശിരസിൽ വെച്ച് പറഞ്ഞു, കുഴപ്പമില്ല, നീ പോയിട്ട് ട്രാൻസ്ലേഷൻ മതി, എല്ലാം ശരിയാവെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആ ട്രാൻസ്ലേഷനിലെ ഒരു വിക്കും കൂടാണ്ട് ട്രാൻസ്ലേഷൻ ചെയ്യാൻ തുടങ്ങി. അതേവരെ വിക്കുള്ള ആള് ഒരു വിക്കും ഇല്ലാണ്ട് കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ മലയാളത്തിൽ നന്നായിട്ട് പറഞ്ഞു. ഇദ്ദേഹം ഗുരു മഹാരാജ് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, നന്ദപുത്ര പ്രഭു വിക്കുള്ള ആള് മലയാളത്തില് വളരെ ഭംഗിയായിട്ട് ട്രാൻസ്ലേഷൻ ചെയ്യുന്നു. അന്ന് മുതൽക്ക് ഇന്ന് വരെ, ഇന്നിപ്പോ 65 വയസ്സ് മീതുണ്ട്, ഇന്ന് വരെ അദ്ദേഹം വിക്കൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ആശീർവാദം, because of the tapobala of this such personalities, ആ വാക്ക് നമുക്ക് ഒന്നും ഉണ്ടാവില്ല, നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരൊറ്റ വാക്കുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാം ശരിയായി. നമ്മൾ സാധാരണ
ഞാൻ ഒരു വീഡിയോ വെച്ചിട്ടായിരുന്നു, കണ്ടില്ലേ ട്രാൻസ്ലേഷന്റെ അന്ന് ഈ കഥ പറഞ്ഞപ്പോ? ഇന്ന് കണ്ടിട്ടില്ല ഇന്ന് കുറച്ച് തിരക്കായി. ഇന്നല്ല, അന്ന് ഈ കഥ പറഞ്ഞിരുന്നു, അന്നല്ല അയച്ചിട്ടുണ്ടായിരുന്നു വൃന്ദാകാരാട്ടിന്റെ. യെസ് പറഞ്ഞാ കണ്ടു. അപ്പൊ ഇതാണ് ഒരു സന്യാസി വര്യൻ, അല്ലെങ്കിൽ ഒരു വൈഷ്ണവൻ, ഒരു ബ്രഹ്മചാരി, ഒരു ബ്രാഹ്മണൻ, അതായത് ശുദ്ധ സാത്വിക് സ്റ്റേജിലുള്ള ആൾക്കാർ പറയുമ്പോൾ അതേപോലെ അവരുടെ ആ ആശീർവാദം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മുതിർന്നവരോടത്തും ബ്രാഹ്മണന്മാരടുത്തും വൈഷ്ണവന്മാരടുത്തും നമ്മൾ എപ്പോഴും ആശീർവാദം, അവരെന്താ ആശീർവദിക്കുക, നമ്മളുടെ ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സാധാരണ നമ്മൾ അതായത് ഒരു മെറ്റീരിയൽ വേൾഡില്, ഭൗതിക ലോകത്തില് കൂടുതൽ മുഴുകി ജീവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ സാധാരണ നമ്മൾ ആശീർവാദം മേടിക്കും. നമ്മൾ കുട്ടികൾക്ക് എഴുത്തിനിരുത്തുന്നുണ്ട്. ആരെ കൊണ്ട് എഴുത്തിനിരുത്താറ്? ഒരു സാത്വികന്റെ. കാണിച്ചാൽ നമ്മുടെ കുട്ടിയും അതേപോലെ ആത്മീയ തലത്തില് ഉയർന്നു വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ലേ. വല്ല ഒരു ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ല പൊളിറ്റീഷ്യൻസോ അല്ല സ്പോർട്സ് സ്റ്റാർസോ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസോ അവരുടെ അടുത്ത് പോകും ചെയ്യുന്നതാണ്. പക്ഷെ അവർക്ക് വിവരമില്ലാത്ത കാരണമാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നന്നായിട്ട് വളരുന്ന എല്ലാവരും ആഗ്രഹം അല്ലേ. നമ്മളെങ്ങനെ പോയാലും ശരി കുഴപ്പമില്ല, പക്ഷെ മക്കള് നന്നായിട്ട് വളരണം. മക്കള് ഭഗവത്ഗീതയും ഭാഗവതവും വായിച്ച് നല്ലൊരു സാത്വികനായിട്ട് ഞാൻ എങ്ങനെയും കുഴപ്പമില്ല. അങ്ങനെയാണ് നമ്മുടെ ഒരു നിലപാട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അനുഗ്രഹത്തിന്. വേറൊരു കാര്യം, ഇപ്പം പ്രഭുപാദര് ഓസ്ട്രേലിയയിൽ തോന്നുന്നു പോണ സമയത്ത്, ഡിവോട്ടീസ് ആയിട്ട് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വലിയൊരു പാലസ് പോലെ, ഒരു കൊട്ടാരം പോലെ ഒരു ഇത് കണ്ടു. അവിടെ ഫോർ സെയിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫോർ സെയിൽ എന്ന് എഴുതി വെച്ചപ്പോ ഈ ഡിവോട്ടീസ് പറഞ്ഞു, പ്രഭു അത് വളരെ ബ്യൂട്ടിഫുൾ പാലസ് ആണ്, അതിന് പറ്റിയിട്ട് ഇങ്ങനെ പുകഴ്ത്തായിരുന്നു, അത്രയും നല്ല പാലസ് ആണ്, അത്രയും നല്ല സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് പുകഴ്ത്തായിരുന്നു. അപ്പൊ പ്രഭു നോക്കി ഒരു കാര്യം ചെയ്യും, വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തിയിട്ട് അവരെല്ലാരും കൂടി ഉള്ളിൽ പോയി. അപ്പൊ എന്തിനാണ് വണ്ടി നിർത്താൻ പോയി, എന്തിനാണ് ഉള്ളിൽ പോയി, ഒരു പിടുത്തമില്ല. അവർക്ക് പേടിയുണ്ടത്. അതിന്റെ ഉള്ളിൽ പോയിട്ട് ഓരോ സാധനവും ഭയങ്കരമായിട്ടുള്ള സീലിങ്സും ഭയങ്കര ഡെക്കറേഷൻസും കാണുമ്പോൾ, ചാൻഡലേഴ്സ് ആക്കുമ്പോൾ ഭയങ്കരതായി അവർക്ക് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവിടെ പോകുമ്പോൾ. പോയിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ലാൻഡ് ലോർഡ് പറഞ്ഞു. അപ്പൊ ഇവര് വിചാരിച്ചു ഇവര് വാങ്ങാൻ വന്ന ആൾക്കാരാണെന്ന്. അതായത് ഫോർ സെയിലിന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ പ്രഭുപാദ് വെച്ചു, എത്രയിന് വില ചോദിച്ചു. അപ്പൊ ഒരു വളരെ ഭീമമായിട്ടുള്ള ഒരു തുക പറഞ്ഞു. ഓക്കെ, അതിന്റെ ഉടമസ്ഥൻ. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, അതിലൊരു 100-ൽ 1 ഫോർ എക്സാമ്പിൾ ഒരു 10 crores ആ വരയ്ക്കുക, നിങ്ങൾക്ക് 10 lakhs തരാൻ പറ്റുമോ? 10 crores സ്ഥാനം 100-ൽ 1 10 lakhs തരാൻ പറ്റുമെന്ന്. ഡിവോട്ടീസ് എല്ലാം ഡിസൈബിൾസ് ആകെ അന്തമിട്ട് എന്താ ഈ പ്രഭു ചോദിക്കുന്നത്. അപ്പൊ എന്താ പറയുക, ലാൻഡ് ലോർഡ് പറഞ്ഞു, ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞ എമൗണ്ട് ഒന്നും കൂടി പറഞ്ഞു. അതെ, ഇത്രയാണ് എമൗണ്ട്. ഇറ്റ്സ് ഓക്കെ, ക്യാൻ യു ഗീവ് മീ ഫോർ 10 lakhs? ഞാനൊരു എമൗണ്ട് പറയാണ്, അതായത് 100-ൽ 1 ചോദിച്ചു. അപ്പോഴും വരെ എല്ലാവരും നോക്കി അങ്ങോട്ടും നോക്കി. അപ്പൊ ഞാൻ പറയാം, നമ്മുടെ ഒരു വീട് കാണാൻ പോയി പറയാണ്, ലാൻഡ് ലോർഡ് പറയാണ്, ഇതിന് 30 lakhs rupees ആണ്. നമ്മൾ ഏതെങ്കിലും ഒരാളെ 3 ലക്ഷം ചോദിക്കൂ, നമുക്ക് അതിന് ധൈര്യം ഉണ്ടാവുമോ? 30 ലക്ഷത്തിന്റെ ഒരു വീട് എനിക്കൊരു 3 ലക്ഷം തരും ആരും ചോദിക്കോ? ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവും? ഇല്ലല്ലോ. പ്രഭുപാദ് ജസ്റ്റ് 1/100 അതിന് ചോദിച്ചു. അയാളൊന്നും പറഞ്ഞില്ല. എനിവേ, ഇതാണ് ഞങ്ങളുടെ അഡ്രസ്സ്, നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ പറയൂ, ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യും പറഞ്ഞു. ഡിവോട്ടീസ് ആകെ ഇത്രയും വലിയ ഭീമമായിട്ടുള്ള ആ എമൗണ്ടിനെ 1/100 ആയിട്ട് കുറച്ചിട്ട് പ്രഭുപാദ് ചോദിച്ചപ്പോ എല്ലാവർക്കും ഭയങ്കര അതിശയം. എന്നാൽ അവർ വിട്ടു പോന്നു. പിറ്റേ ദിവസം ഈ ലാൻഡ് ലോർഡ് വന്ന് പറഞ്ഞു, എടുത്തോളം പറഞ്ഞു. ഈ ലാൻഡ് ലോർഡ് പ്രഭുപാദ പറഞ്ഞ എമൗണ്ടിന് അത് കൊടുത്തു. ജസ്റ്റ് ഇമാജിൻ. അതാണ് പറയുന്നത്, ആ അങ്ങനത്തെ ആൾക്കാരുടെ ആ എഫുൾജൻസ്, അവരുടെ ആ ഓറ അവർക്ക് മറുത്ത് പറയാൻ പറ്റില്ല എന്ന്. അതാണ് തപോവനം. എന്നിട്ട് അത് മേടിച്ചു. എനിക്ക് ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ ആൽബർട്ട് സിറ്റിയിൽ, അവിടെയാണ് ഓസ്ട്രേലിയയുടെ. സോ ഓസ്ട്രേലിയ, ഐ തിങ്ക് മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് ഈസ് ഇൻ ഓസ്ട്രേലിയ. സോ ദിസ് ഈസ് ദ പവർ ഓഫ് സാത്വികൻസ്. അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്, ഒരുപാട് കേസ്. ന്യൂയോർക്കിൽ അതേപോലെ, ന്യൂയോർക്കില് അംബരീഷ് മഹാരാജ്, ഇപ്പോഴത്തെ ഫോർഡ്, പഴയ ഫോർഡ്, ഇപ്പോഴത്തെ അംബരീഷ് മഹാരാജ്, ഓക്കെ, TOVPയുടെ ചെയർമാൻ, അതേപോലെ വലിയൊരു മാൻഷൻ പോയിട്ട്, അത് ചർച്ച എന്തോന്ന് തോന്നും എനിക്കറിയില്ല. എന്നിട്ട് അവിടെ പോയിട്ട് അത് കണ്ടു. അത് കണ്ടിട്ട്
വലിയൊരു എമൗണ്ട് പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് $100,000 $150,000 എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്നിട്ട് പ്രഭുപാദ്, we are mendicants, we are sadhus, we don't have money and we will be using this for spreading God consciousness. If you can give, please give it to us. And he agreed for that, $100,000 or $150,000. Not immediately, no. So Ambarish, you can arrange the money. Immediately Ambarish ne is a billionaire's grandson ആണ്. Henry Ford's grandson ആണ് Ambarish, now the present owner of Ford. So he was just in his 20s that time. Yes, Prabhupada, I will arrange. He arranged $150,000 and he bought it. ഇതൊന്നും സാധാരണക്കാർക്ക് നടക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളാണ്. സോ അതാണ് തപോബലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആശീർവാദം, അനുഗ്രഹം മേടിക്കേണ്ടത് ഇങ്ങനത്തെ വലിയ വലിയ ആത്മീയമായിട്ടുള്ള വളരെ വളരെ ഉന്നത നിലയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. സോ അപ്പൊ ഇതിവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് അഷ്ടാംഗ യോഗത്തിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് മാതാജിയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. പറയൂ. യെസ്, എന്താണ് ഇതിന്റെ? അപ്പൊ ഷുഡ് ബി എറക്ട് ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ടിപ്പ് ഓഫ് ദ നോസില് അൺഎജിറ്റേറ്റഡ്, അതായത് മറ്റുള്ള യാതൊരു തോട്ട്സും ഇല്ലാണ്ട് മനസ്സ് ക്ലിയർ ആയിട്ട്, devoid of fear, completely free from sex life. One should meditate upon me. ഈ ആരാത് upon me എന്ന് പറഞ്ഞത്? കൃഷ്ണ. അപ്പൊ നമ്മൾ ആരെ മനസ്സിൽ ധ്യാനിക്കണം? ഗണപതിയെ, അയ്യപ്പനെ, അതോ ബാബയെ, അല്ലെ അമ്മയെ? അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, എന്നെ ധ്യാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഇത്രയും ക്ലിയർ ആയിട്ട് ഭഗവാൻ പറയുന്നത്. സോ യു meditate upon me within the heart. എന്തുകൊണ്ട് ഹൃദയത്തില് പറഞ്ഞ കാണിച്ചാൽ പരമാത്മാവിന്റെ രൂപത്തില് ഭഗവാൻ അവിടെ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് meditate upon me within the heart and make me the ultimate goal of life. അപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ് ഗോള്, ഈ മനുഷ്യ ജന്മത്തിലെ ഏറ്റവും പരമമായിട്ടുള്ള ആ ലക്ഷ്യം എന്തായിരിക്കണം? ഭഗവാനെ പ്രാപ്തിക്കാനുള്ള അതായിരിക്കണം. Ultimate goal of life. So the goal of life is to know Krishna, and who is situated within the heart of every living being as Paramatma, the four-handed Vishnu form. അപ്പൊ നമ്മൾ ഈ ധ്യാനിക്കുമ്പോൾ ഭഗവാനെ four-handed Vishnu ഫോമിലാണ്. കാരണം പരമാത്മാവ് ആരുടെ എക്സ്പാൻഷൻ? വിഷ്ണുവിന്റെ എക്സ്പാൻഷൻ ആണ്. ഇമാജിനേഷൻ വരുന്നേ ഇല്ല. എന്താണ്? അങ്ങനെ ഒരു ഇമാജിനേഷൻ വരുന്നേ ഇല്ല പറയാ. നാല് കയ്യിലെങ്ങനെ ഇല്ല. നമ്മൾ ധ്യാനിക്കുമ്പോ നമ്മൾ ആരെയാണ് ധ്യാനിക്കേണ്ടത്? നമ്മൾ ആർക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്? എന്താ പറയാ, കോൺസെൻട്രേറ്റ് നാമത്തിലാണ്. പിന്നെ വിഷൻ, യെസ്, യു ക്യാൻ ഹാവ് ഇൻ യുവർ മൈൻഡ് ദ വിഷൻ ഓഫ് ദ ഫോം ഓഫ് ദ ലോർഡ്, വിച്ച് എവർ ഫോം ഓഫ് ദ ലോർഡ് ദാറ്റ് യു ലൈക്ക്. ഏത് ഫോമിനാണ്? ലഡ്ഡു ഗോപാലാണോ, അല്ലെങ്കിൽ രാധാകൃഷ്ണനാണോ, അല്ലെങ്കിൽ ഗൗർനിത്തായാണോ, ജഗന്നാഥ് ബൽദേവ് സുദ്രമായാണോ, അല്ലെങ്കിൽ ശ്രീരാമനാണോ, നരസിംഹനാണോ, ഏത് ഫോം നമുക്ക് മനസ്സിലുള്ളത് വെച്ചാൽ ആ ഫോമിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. അത് കുഴപ്പമില്ല. അപ്പൊ വിഷൻ, യു ക്യാൻ ആൾവേസ് സീ ദാറ്റ് വിഷൻ. രാധാ ഗോവിന്ദ്, രാധാ ശ്യാം സുന്ദർ, രാധാ ദാമോദർ, രാധാ മദൻ മോഹൻ, രാധാ ഗോപിനാഥ്. ചില പെർട്ടിക്കുലർ ഡേറ്റിയോട് ചിലക്ക് നമുക്കൊരു ഇതുണ്ടായിരിക്കും, ഇഷ്ടം തോന്നുമല്ലോ. അപ്പൊ ആ പെർട്ടിക്കുലർ ഡേറ്റീസിനെ നമുക്ക് മനസ്സിൽ ധ്യാനിച്ചിട്ട്, പക്ഷെ നമ്മൾ കേൾക്കുന്നതും എല്ലാം നമ്മൾ എസ്പെഷ്യലി കലികാലത്തിൽ നമ്മൾ അതായത് പറയുന്ന നാമപ്രഭുവാണ്. സോ അപ്പൊ നാമപ്രഭു പറഞ്ഞാൽ ഭഗവാൻ നാമരൂപത്തിൽ അവതരിക്കുന്നു. കലികാലെ നാമരൂപേ കൃഷ്ണ അവതാര. അപ്പൊ നമ്മുടെ മനസ്സ് നാമത്തിൽ കേന്ദ്രീകരിക്കണം. ചെവി മുഴുവൻ നാമത്തിന് കേൾക്കണം. നാവ് നാമത്തിന് ഉച്ചരിക്കണം. So the four-handed Vishnu form, the yoga process is practiced in order to discover and see this localized form of Vishnu. Okay, നമ്മുടെ ശരീരത്തിലുള്ള വിഷ്ണു ഫോം ആണ് ഈ four-handed form. എങ്ങനെയാണ്
പരീക്ഷിത് മഹാരാജ് ഭഗവാനെ കണ്ടത് അശ്വത്ഥാമ ബ്രഹ്മാസ്ത്രം അയച്ച സമയത്ത് ഭഗവാൻ എങ്ങനെയാണ്? അങ്കുലി രൂപത്തിൽ തള്ളവിരലിന്റെ സൈസ്. അത് എങ്ങനെയായിരുന്നു? അത് ഫോം 400 വിഷ്ണു ഫോം ആയിരുന്നു. 400 നാരദൻ കണ്ടതും അതേപോലെ ആയിരുന്നു. വിഷ്ണു. അപ്പൊ ഇതാണ് ലോക്കലൈസ്ഡ് വിഷ്ണു ഫോം ആൻഡ് നോട്ട് ഫോർ എനി അതർ പർപ്പസ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കാണുന്നത്? ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്, ഭഗവാനായിട്ട് യൂണിയൻ കിട്ടാൻ വേണ്ടി, അല്ലാണ്ട് എന്തെങ്കിലും ഭൗതിക ലോകത്തെ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയിട്ടല്ല. Not for any other purpose. The localized Vishnumurti is the plenary representation of Krishna dwelling within one's heart. One who has no program to realize this Vishnumurti is uselessly engaged in mock yoga practice and is certainly wasting this time. അതായത് എന്തെങ്കിലും സിദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ അഷ്ടാംഗ യോഗ ചെയ്യാനാണെങ്കിൽ അത് വെറുതെ നമ്മൾ വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന്. അത് മെറ്റീരിയൽ ആണ്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. Krishna is the ultimate goal of life, and the Vishnumurti situated in one's heart is the object of yoga practice. To realize this Vishnumurti within the heart, one has to observe complete abstinence from sex life. അപ്പോൾ ഇത് കംപ്ലീറ്റ്, അതായത് ഫാമിലി ലൈഫ് നിന്ന് ടോട്ടലി വിട്ട് ഒരു സന്യാസി വരെയോ ഒരു ബ്രഹ്മചാരിക്കോ ഈസി ആയിട്ട് പ്രോസസ് ചെയ്യാൻ. മറ്റുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ, എസ്പെഷ്യലി ഇങ്ങനത്തെ യോഗ പ്രക്രിയ. Therefore one has to leave home and live alone. അതായത് വീട്ടിലിരുന്നിട്ട് ഫാമിലി ലൈഫും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ പറ്റില്ല. അതാണ് one has to leave home and live alone in a secluded place. അപ്പൊ നമ്മൾ പോയി, ഞാൻ യോഗ ചെയ്യാൻ പോവാണ്, കൂട്ട ആരെയാണ്? ഭാര്യയും കുട്ടികളും എല്ലാം കൂടി പോകാൻ പറ്റുമോ? യോഗ ക്ലാസ്സിന് അങ്ങനെ പോണത് ഹോൾ ഫാമിലി, അത് ഹഠയോഗയാണ്, അത് ഹെൽത്ത്, അത് എക്സസൈസ്. അപ്പൊ നമ്മള് കംപ്ലീറ്റ് ഫാമിലി കുടുംബസഹിതം നമുക്ക് യോഗയ്ക്ക് പോവാം. യോഗ മാറ്റ് ഉണ്ടാവും എല്ലാവരുടെ കയ്യിൽ. ആ യോഗ ഫിസിക്കൽ ഫിറ്റ്നസ്, യെസ്, ഇറ്റ്സ് ഗുഡ്. Physical fitness is good, but don't think that it is spiritual, something related to spirituality. Okay, അത് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം മുറപോലെ ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റും. So that's from that perspective it is right. So secluded place, remaining seated as mentioned above. One cannot enjoy sex life daily at home or elsewhere and attend a so-called yoga class and thus become a yogi. One has to practice controlling the mind and avoiding all kinds of sense gratification, of which sex life is the chief. In the rules of celibacy written by the great sage Yajnavalkya, it is said, Karmana manasa vacha sarvavastasu sarvada sarvatra maithuna tyago brahmacharyam prachakshade. The vow of brahmacharya is meant to help one completely abstain from sex indulgence in work, words and mind at all times, under all circumstances and in all places. No one can perform correct yoga practice through sex indulgence. Brahmacharya is taught therefore from childhood. When one has no knowledge of sex life, children at the age of 5 are sent to the Gurukula or the place of the spiritual master, and the master trains the young boys in the strict discipline of becoming brahmacharis. Appo 5ാമത്തെ വയസ്സിലെ ഓക്കെ, അങ്ങനത്തെ ആ ചെറിയ പ്രായത്തില് കുട്ടികളെ ഗുരുകുലത്തിൽ വിട്ടിട്ട് ഒരു ഗുരുവിന്റെ കീഴിലെ വിദ്യ കൊടുക്കുന്നു. അപ്പൊ അവിടെ ശരിക്കുള്ള പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുന്നു. 25 വർഷം ബ്രഹ്മചര്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ബ്രഹ്മചാരിക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം ചേരണമെങ്കിൽ ചെയ്യാം, അതും ചെയ്യാം. അപ്പൊ തീരുമാനിക്കണം. അതാണ് കാണിച്ച 25 to 50 ഗൃഹസ്ഥാശ്രമം. അപ്പൊ ഒരു 25 വയസ്സായാൽ ഈസ് സ്റ്റഡി ഇൻ ഹിസ് ബ്രഹ്മചര്യ ആൻഡ് ബ്രഹ്മചാര്യ ലൈഫ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇഫ് ഹി ഹാസ് ഇൻക്ലിനേഷൻ ടു എൻ്റർ ഇൻ ടു ഗൃഹസ്ഥാശ്രമ, ഹി ക്യാൻ എൻ്റർ, ഓർ ഹി വാണ്ട്സ് ടു കണ്ടിന്യൂ ഇൻ ഡിവോഷണൽ സർവീസ്, ഹി ക്യാൻ ഡു ദാറ്റ്.
അപ്പൊ അതാണ് 25 കൊല്ലം ബ്രഹ്മചര്യം, 25 കൊല്ലം ഗൃഹസ്ഥാശ്രമം, 25 കൊല്ലം മാനപ്രസ്ഥം, 25 കൊല്ലം സന്യാസം. പ്രഭുജി, അപ്പൊ ഈ കാലങ്ങൾക്ക് ശേഷം വന്നതായിരിക്കും ഈ ശൈശവ വിവാഹം എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ അല്ലേ? ശൈശവ വിവാഹം എന്ന് പറഞ്ഞാൽ അതൊക്കെ മുമ്പത്തെ കാലത്ത്, പക്ഷെ ആൺകുട്ടിയും പെൺകുട്ടിയായിട്ട് ഇതില്ല. ആ ഒരു ഏജ് പ്രായപൂർത്തി വരുമ്പോൾ മാത്രമേ അവർ ഒരുമിച്ച് ജീവിക്കുള്ളൂ. ജസ്റ്റ് കല്യാണം കഴിച്ചു വിടും, അത്രേ ഉള്ളൂ. അതെ, കാരണം അപ്പൊ അവരുടെ മനസ്സ് വേറെ ഇതിലേക്കും പോവില്ല. ഹി നോസ് ഓർ ഷീ നോസ് ഹി ഈസ് ഫോർ മീ ആൻഡ് ഷീ ഈസ് ഫോർ മീ. അപ്പോ they will not stay together even if they are married at the age of 8 or 9 or 10. അതിൻ്റെതായ പ്രായപൂർത്തിയായാൽ അവർക്ക് മനസ്സിലായ മാത്രമേ അവർ ഒരു again under the guidance of the parents till they become matured enough. പക്ഷെ അഭിമന്യു ഒക്കെ 17ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു എന്നൊക്കെ ഇല്ലേ? അല്ല, അഭിമന്യു ഏത് യുഗത്തിലായിരുന്നു? ദ്വാപര യുഗത്തില്. ആ സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല. യുഗ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇപ്പൊ കൃഷ്ണൻ 125ാമത്തെ ഇതിലും വയസ്സിലും 16 നവയൗവനം യവഗ്രീനായിരുന്നു. 16-17 വയസ്സിന്റെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴെങ്കിലും കൃഷ്ണനെ വയസ്സായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. ബ്രഹ്മാവിനെ വെളുത്ത താടിയൊക്കെ ആയിട്ട് ഇതൊക്കെ അല്ലേ എല്ലാവരും. പക്ഷെ ഭഗവാൻ കൃഷ്ണനെ മാത്രമില്ല. അതെന്താണ്? നവയൗവനം, നവനീത ചോര, എവർഗ്രീൻ. ഓരോ കാലത്തിന്റെ അരുത്. എനിവേ, so without such practice no one can make advancement in any yoga, whether it be dhyana, jnana or bhakti. One who however follows the rules and regulations of married life, having a sexual relationship only with his wife and that also under regulation is also called a brahmachari. Appo grahasthashramathinum regulated sex life la regulated ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളെയും brahmachari എന്ന് വിളിക്കും. is also called brahmachari. Such a restrained householder brahmachari may be accepted in bhakti school, but the jnana and dhyana schools do not even admit householder brahmacharis. അപ്പൊ ധ്യാനി ആ സ്കൂൾ ഓഫ് തോട്ട്സിലുള്ള ആൾക്കാരെ ധ്യാനം പിന്നെ ജ്ഞാനം അവര് ഹൗസ് ഹോൾഡേഴ്സിന് എടുക്കില്ല. ഭക്തി മാർഗത്തിലെ ഹൗസ് ഹോൾഡേഴ്സിനും എടുക്കും. ബിക്കോസ് if they are regulated in their activities. Okay. So schools do not even admit householders brahmacharis. They require complete abstinence without compromise. But jnana margathilum dhyana margathilum complete abstinence from material sensual activities avare matre admit cheyullu. Bhakti margathile householder brahmachari accept cheyyunnavaran. ബ്രഹ്മത്തിൽ ചാരി ഇരിക്കുന്ന ആളല്ല ബ്രഹ്മചാരി. Okay, so as so powerful, what is that? But a householder brahmachari is allowed controlled sex life because the cult of bhakti yoga is so powerful that one automatically loses sexual attraction being engaged in the superior service of the Lord. In the Bhagavad Gita it is said, Vishaya vinivartante niraharasya dehina rasa varjam rasopyasya param drishtva nivartade. എന്നാണ് പറയുന്നത്. Whereas others are forced to restrain themselves from sense gratification, a devotee of the Lord automatically refrains because of superior taste. Other than the devotee, no one has any information of that superior taste. അപ്പൊ ഒരു ഭക്തന് അതിൻ്റെതായിട്ടുള്ള superior taste കിട്ടുമ്പോൾ, when he is engaged in higher activities, automatically all the sensual pleasures will take a lower back seat. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കൂടുതൽ വേദപഠനങ്ങളും ഭഗവത്ഗീത, ഭാഗവതം, രാമായണം ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കും. ഓക്കെ, അപ്പൊ കൂടുതൽ അതിനോട് അറ്റാച്ച്മെന്റ് വരുമ്പോൾ മറ്റുള്ള കാര്യങ്ങളായിട്ടുള്ള, അതായത് ഈ ലോവർ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഒക്കെ ഒരു സെക്കൻഡറി ആയിട്ട് തോന്നും. സോ ദാറ്റ്സ് വൈ വി ഹാവ് ടു കീപ് ദ അറ്റ്മോസ്ഫിയർ സർചാർജ്ഡ് വിത്ത് ഡിവോഷണൽ സർവീസ്. രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഓരോ കാര്യങ്ങളിലും ഈ ശരിക്കുള്ള ബ്രാഹ്മണന്മാരുടെ വീട്ടിൽ പോയാൽ അറിയാം,
ഒരു വീട്ടിൽ പോയാൽ അവരൊക്കെ എന്താണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ അറിയാം. രാവിലെ പൂജ ആദ്യ കർമ്മങ്ങളിൽ അവർ ചെയ്തിരിക്കും. അവരുടെ അവർ സഹധർമ്മിമാരും കുട്ടികളെല്ലാം വേദ പഠനങ്ങളിലും ഭഗവത്ഗീതയും ഭാഗവതം വായിച്ചിട്ടും മന്ത്രങ്ങൾ ചൊല്ലിയിട്ടും. അപ്പൊ അവിടെ ടോട്ടലി സർചാർജ് വിത്ത് എ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. അവിടെ കലിയുടെ വൈഭവം ഉണ്ടായിരിക്കില്ല. അല്ല, ടോട്ടലി ഒരു പോസിറ്റീവ് എനർജി. നമ്മൾ അവിടെ നമുക്ക് ചെല്ലുമ്പോഴും നമ്മൾ ടോട്ടലി ഒരു പോസിറ്റീവ് എനർജിയായി. പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലത്ത് നമ്മളുടെ കോൺഷ്യസ്നസ്സും പോസിറ്റീവായിട്ട് ഒരു സാത്വിക് സ്റ്റേജിൽ പോകും. യുധിഷ്ഠിര മഹാരാജും ഈ പാണ്ഡവന്മാര് കാട്ടിൽ താമസിക്കുന്ന സമയത്ത് ഓക്കെ, യുധിഷ്ഠിര മഹാരാജ് ഒരു പുഴയുടെ ഒരു സൈഡിലായിരുന്നു, ഭീമൻ പുഴയുടെ മറ്റേ സൈഡിലായിരുന്നു. ഭീമന് ഭയങ്കര ദേഷ്യമുണ്ട്. അതായത് യുധിഷ്ഠിര മഹാരാജു കാരണമാണല്ലോ അവർക്ക് കാട്ടിൽ പോണ്ടി വരുന്നത്. ഈ ചൂതുകളിയില് ദ്രൗപദിയും എല്ലാം വിറ്റ് നഷ്ടപ്പെട്ടിട്ടാണല്ലോ അവർക്ക് കാട്ടിൽ വരുന്നത്. ഈ എന്താ പറയാ അജ്ഞാതവാസം, ഈ കാട്ടിലെ ജീവിതം എല്ലാം നയിക്കേണ്ടി വന്നത്. അപ്പോ ആ സമയത്ത് ഭീമന് ഭയങ്കര ദേഷ്യം വന്നു. എന്നിട്ട് ഭീമൻ ആ പുഴക്കരയിൽ നിന്നിട്ട് ഇക്കരെ നിൽക്കുന്ന യുധിഷ്ഠിര മഹാരാജിനെ ഒരുപാട് ചീത്ത പറയാൻ തുടങ്ങി. ഓക്കെ, യുധിഷ്ഠിരന്മാര് ഒരു വാക്കും പറഞ്ഞില്ല. അദ്ദേഹത്തിന് ഭയങ്കര ഈ ജ്യേഷ്ഠൻ കാരണമാണല്ലോ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടത്, നമുക്ക് കാട്ടിൽ ജീവിക്കേണ്ടി വന്നത്, അങ്ങനെ ഒരുപാട് വഴക്ക് പറഞ്ഞു, ഒരുപാട് അധിക്ഷേപിക്കാൻ തുടങ്ങി. അപ്പൊ യുധിഷ്ഠിര മഹാരാജ് എല്ലാം കേട്ട ശേഷം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നീ അവിടുന്ന് ഇവിടേക്ക് വരാൻ പറഞ്ഞു. ആ സൈഡിൽ നിന്ന് ഈ കരയിലേക്ക് വരാൻ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് പറയാൻ പറഞ്ഞു. നീ ഇത്രയും ദൂരെ പോയിട്ട് പറഞ്ഞു, എന്റെ അടുത്ത് വന്നിട്ട് പറയാൻ പറഞ്ഞു. അപ്പൊ ഭീമൻ ഈ സൈഡിൽ വന്നിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, എന്താണ് അതിന്റെ കാരണം അറിയോ? അതിന്റെ കാരണം എന്താ അറിയോ? ആ പുഴക്കരയിൽ നിന്ന് ഈ സൈഡിലേക്ക് വന്നിട്ട് പറയാൻ പറഞ്ഞപ്പോ ഭീമൻ ഒന്നും പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം നേരെ പ്രണമിച്ചിട്ട് സോറി വരിക ചെയ്ത്, ഞാൻ എന്തെല്ലാം അറിയാണ്ടേ പറഞ്ഞു, എനിക്ക് ക്ഷമിക്കണേ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് അവിടെ നിൽക്കുമ്പോ അങ്ങേ ഇങ്ങനെ ചീത്ത പറയാൻ തോന്നിയത്, എന്താണ് അതിന്റെ കാരണം ചോദിച്ചു. അപ്പോ ഭീമൻ നിൽക്കുന്ന ആ കരയ്ക്കുള്ള ആ ഗ്രാമത്തിലടുത്ത് ഒരുപാട് സിമ്പിൾ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ, കാട്ടിലാണല്ലോ, അവിടെ എന്താ പറയുക മീറ്റ് ഈറ്റിങ്ങും സ്ലോട്ടറിങ്ങും ബാക്കി എല്ലാ സിൻഫുൾ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആ നെഗറ്റീവ് എഫക്റ്റ് ആണ് ഭീമനെ പ്രചോദിപ്പിച്ചത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നപ്പോ ഇവിടെ ഈ സൈഡിലെ യുധിഷ്ഠിര മഹാരാജ് നിൽക്കുന്ന സമയത്ത് അവിടെ യാഗങ്ങളും ഹോമങ്ങളും സന്യാസിമാരും അങ്ങനെ യജ്ഞങ്ങളും ചെയ്യുന്ന സ്ഥലമായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഇവിടെ വന്നപ്പോ ശാന്തമായി, കോൺഷ്യസ്നസ് ചേഞ്ച് ചെയ്തു. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞ് മനസ്സ് കൊടുത്തു. അതുകൊണ്ട് അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു, ആരായിട്ട് കൂട്ടുകൂടുന്നു, അതിൻ്റെതായിട്ടുള്ള ആ ഇൻഫ്ലുവൻസ് നമ്മുടെ കോൺഷ്യസ്നസ് അവബോധത്തിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അവിടെ നിന്നിട്ട് ഇവിടെ വയ്ക്ക് വരാൻ പറഞ്ഞത്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എവിടെ സഹവസിക്കുന്നു അതിന്റെ ഇൻഫ്ലുവൻസ് നമ്മൾ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മൾ എവിടെ സഹവസിക്കുന്നു അപ്പൊ അവിടെ മുഴുവനെ വൃന്ദാവനമായിട്ട് മാറ്റണം. നമ്മള് പൂജ ചെയ്തിട്ടും ഭഗവത്ഗീത ഭാഗവതം പാരായണം ചെയ്തിട്ടും സത്സംഗം ചെയ്തിട്ടും അങ്ങനെയുള്ള മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ വീടും ഒരു വൃന്ദാവനമായിട്ട് മാറും. അല്ലെങ്കിൽ എന്തായിരിക്കും, രാവിലെ എഴുന്നേറ്റാൽ പേപ്പർ വായിക്കുക, TV ഓൺ ചെയ്യുക, സീരിയൽ കാണുക, ഓക്കെ, സ്പോർട്സ് കാണുക, ഫിലിം കാണുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ വീട് എന്തായിരിക്കും മാറും, മഹാഭാരതമായിട്ട് മാറും. അല്ലേ? അപ്പൊ ആ മഹാഭാരതം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടാത്ത കാര്യത്തിലും ഭാര്യയും ഭർത്താവും അടികൂടും. ആ ദേഷ്യം മുഴുവൻ കുട്ടികളുടെ മീതെ അല്ലേ നടക്കുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം എന്തെങ്കിലും ചെറിയ ചെറിയ ഇതിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ടും ക്ഷമിക്കും, ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി അവിടെ സൃഷ്ടിക്കപ്പെടും. സോ ദിസ് ഈസ് ഹൗ വി ഹാവ് ടു transform from material consciousness to spiritual consciousness. Okay, so whereas others are forced to restrain themselves from sense gratification,
A devotee of the Lord automatically refrains because of superior taste. Other than the devotee, no one has any information of that superior taste. Vigata bhi. One cannot be fearless unless one is fully Krishna consciousness. A conditioned soul is fearful due to his perverted memory, his forgetfulness of his eternal relationship with Krishna. എന്താണ് കണ്ടീഷൻ സോൾ? അത് നമ്മളെ പോലുള്ള ബദ്ധ ജീവാത്മാക്കള് എപ്പോഴും പേടിക്കുന്നു ഓരോ കാര്യത്തിനും. എന്തുകൊണ്ടാണ്? പെർവേർട്ടഡ് മെമ്മറി. എന്താ ഈ പെർവേർട്ടഡ് മെമ്മറി? എന്താണ് പെർവേർട്ടഡ് മെമ്മറി? സർവപാലക പ്രഭു. Prabhu, you are there? Yes, left. I think Prabhu is not there. I think okay. Sujay Gaurachandra Prabhu. എന്താണ് perverted memory? Hare Krishna. I am this body എന്നുള്ളതാണോ പ്രഭു? യെസ്, തീർച്ചയായിട്ടും. ശരിക്കുള്ള നമ്മുടെ മെമ്മറി വെച്ചാൽ ഐ ആം ദ എറ്റേണൽ സെർവന്റ് ഓഫ് ദ സുപ്രീം ലോർഡ്. ഓക്കെ, ജീവേര സ്വരൂപഹോയ കൃഷ്ണേര നിത്യദാസ്. പെർവേർട്ടഡ് ഈ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ ഞാൻ ശരീരമാകുന്നു, ഇതെല്ലാം ഈ കാണുന്നെല്ലാം എന്റേതാകുന്നു, എന്റെ കുടുംബം, എന്റെ രാഷ്ട്രം, എന്റെ എന്താ പറയാ കൂട്ടുകാരന്മാർ, ഇങ്ങനെയുള്ള ഈ ദിസ് ഈസ് പെർവേർട്ടഡ് ആ ഒരു ഇതാണ്. So his forgetfulness of his eternal. അപ്പൊ നമ്മളും ഭഗവാനായിട്ടുള്ള ആ സനാതനമായിട്ടുള്ള ആ ബന്ധം മറക്കുന്നു. പിന്നെ കാണുന്നെല്ലാം ഞാനും എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരും എന്റേതുമായിട്ടുള്ളത്. അതാണ്. So the Bhagavatam 11.2.37 says, Bhayam dvidiyabhinniveshata syat ishad apetasya viparyayo smridhi. Krishna consciousness is the only basis for fearlessness. Therefore, perfect practice is possible for a person who is Krishna conscious. And since the ultimate goal of yoga practice is to see the Lord within, a Krishna conscious person is already the best of all yogis. The principles of the yoga system mentioned here are different from those of the popular so-called yoga societies. അപ്പൊ ഇവിടെ പ്രതിപാദിക്കുന്ന ആ യോഗ സിസ്റ്റം ഇപ്പോൾ കാണുന്ന യോഗ സൊസൈറ്റിയുടെ യോഗ സിസ്റ്റം അല്ല. കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഈസ് ഫിയർലെസ്. ഉദാഹരണം പറയാൻ പറ്റുമോ നമ്മുടെ ചരിത്രത്തിൽ നിന്ന്, നമ്മുടെ ഗ്രന്ഥത്തിൽ നിന്ന് ആരെങ്കിലും? പ്രഹ്ലാദ്. യെസ്, പ്രഹ്ലാദ്, റൈറ്റ് എക്സാമ്പിൾ. Because he is a complete surrendered devotee. പ്രഭുപാദ പറഞ്ഞു, ആരോ പറഞ്ഞു എനിക്ക് ഒരു പേടിയില്ല. ഓക്കെ, പ്രഭുപാദ ചോദിച്ചു, നിങ്ങള് ട്രാഫിക്കില് റെഡ് സിഗ്നൽ വരുമ്പോ നിർത്തുന്നുണ്ടോ? എന്തിനാണ് നിർത്തുന്നത്? എന്തുകൊണ്ട് പോകുന്നില്ല? പേടിയില്ലെങ്കിൽ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് പോയിക്കൂടെ? പേടിയുണ്ട്, അതുകൊണ്ടാണ്. അതല്ലേ? പേടിയില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിവോട്ടി പോവുകയാണെങ്കിൽ ബാക്കിയുള്ള വണ്ടികൾ ഓട്ടോമാറ്റിക് നിർത്തിക്കോളും അദ്ദേഹത്തിന്റെ ആ ഇതുകൊണ്ട്. ഓഫ് കോഴ്സ് ഇവിടെ ഒരു ട്രാഫിക് റെഗുലേഷന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, പേടിയുടെ കാര്യം പറഞ്ഞത്. നമുക്ക് വി ആർ നോട്ട് സപ്പോസ് ടു വയലേറ്റ് ദാറ്റ്. പക്ഷെ ഒരു ഉദാഹരണം നമ്മൾ എല്ലാം പറയും നല്ലാണ്, എനിക്ക് പേടിയില്ല, എനിക്ക് ഒരാളെയും പേടിയില്ല, എനിക്ക് ഒന്നിനും പേടിയില്ല. അതൊക്കെ വെറും ലിപ്സ് സർവീസ് ആണ് അല്ലേ? പക്ഷെ എല്ലാവർക്കും പേടിയുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഒരു ഭക്തന്, ഒരു ശുദ്ധ ഭക്തന് ഒരു പേടിയില്ല. ശരിക്കും പ്രഭു പറഞ്ഞ പോലെ പ്രഹ്ലാദിന്റെ ഉദാഹരണം അതാണ്. ഒരു ശുദ്ധ, അതാണ് ഇവിടെ പറയുന്നത്, കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഈസ് ഫിയർലെസ്. പ്രഭുജി, ആ പേടിയെ കുറിച്ചാണോ പറയുന്നത്? അത് ഒരു നാളത്തെ കുറിച്ചുള്ള പേടിയെ കുറിച്ചാണോ പറയുന്നത്? നാളെ എനിക്ക് അങ്ങനെ വരുമോ? എല്ലാം പേടിയാണ്. അതായത് നമുക്ക് പേടി എന്ന് പറഞ്ഞാൽ എല്ലാ ലെവലിലെ പേടി നമുക്ക് എടുക്കാം. ശരീരത്തിനുണ്ടാവുന്ന ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആ പേടി, നാളത്തെ ഉത്കണ്ഠ, അതിനെ പറ്റിയിട്ടുള്ള എല്ലാം പേടിയാണ്. എല്ലാ ലെവലിലും, ബോഡി ലെവൽ, സട്ടിൽ ലെവൽ, ഇന്റലക്ച്വൽ ലെവൽ, ഇമോഷണൽ ലെവൽ, സെന്റിമെന്റൽ ലെവൽ, എല്ലാം പേടിയാണ്. എല്ലാ തലത്തിലും പേടി നമുക്കുണ്ട്. അത് ഇൻ ഡിഫറെന്റ് ഡിഗ്രീസ് വേരിയിങ്, ദാറ്റ്സ് ഓൾ.
ചില ആൾക്കാർക്ക് 2 കിട്ടിയാലും കുഴപ്പമില്ല, അതിനുള്ള കരുത്തുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അത് നേരെ മറിച്ച് ഒരു വാക്ക് മതി. അങ്ങനത്തെ ആള് ഫിസിക്കലി അവർക്ക് ശക്തി ഉണ്ടായിരിക്കും, മെന്റലി അവർ ഇതായിരിക്കും. ഒരു വാക്കുകൊണ്ട് അവരെ ഇതാക്കാൻ പറ്റും, തളർത്താൻ പറ്റും. ഫ്രം ഓൾ ആസ്പെക്ട്സ്, ഓൾ ആംഗിൾസ് നമുക്ക് നോക്കാം. Okay, so any points in this? Hare Krishna. എന്തെങ്കിലും further comments? Okay, so we'll go to the next. युञ्जन एवं सदात्मानं योगिनीयत मानसः शान्तिं निर्वाण परमं मत्संस्थं अधिगच्छति. जगजीवन प्रभु. हरे कृष्ण प्रभु जी. हरे कृष्णा. युञ्जन एवं सदात्मानं योगिनीयत मानसः शान्तिं निर्वाण परमं मत्संस्थं अधिगच्छति. Mataji's translation. ദീപ്തിമതി മാതാജി ഉണ്ടോ അവിടെ? പ്രഭു അവിടെ മറ്റേ ക്ലാസ് നടക്കാണ് ദിവ്യാനക മാതാജിയുടെ. കുക്കിംഗ് ഇന്ന് ഫസ്റ്റ് സാത്വിക ആഹാരന്റെ. പ്രഭു വായിച്ചോളൂ. Thus, practicing constant control of the body, mind and activities, the mystic transcendentalist, his mind regulated, attains to the kingdom of God or the abode of Krishna by cessation of material existence. Very good. So thus practicing constant control of the body, mind and activities, the mystic transcendentalist, his mind regulated, attains to the kingdom of God or the abode of Krishna by cessation of material existence. അപ്പോൾ ഇങ്ങനെ ശരിക്കും ഈ അഷ്ടാംഗ യോഗം ചെയ്യുന്ന ആൾക്കാരെ അവരുടെ എന്താണ് ഡെസ്റ്റിനേഷൻ? ദ അബോർഡ് ഓഫ് കൃഷ്ണ ഓർ ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പൊ ടോട്ടലി മെറ്റീരിയൽ ആക്ടിവിറ്റീസിന് ഈ ഭൗതികമായിട്ടുള്ള എല്ലാ പ്രക്രിയകളിൽ നിന്നും മാറി നമ്മുടെ ഭഗവത് ധാമത്തിൽ എത്തും. ഇതാണ് അതിന്റെ ഉദ്ദേശം. ഈ ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ശരിയാണ്, അല്ലെങ്കിൽ ഈ യോഗ ചെയ്തിട്ട് ഒരു കാര്യമില്ല. The ultimate goal in practicing yoga is now clearly explained. Yoga practice is not meant for attaining any kind of material facility. It is to enable the cessation of all material existence. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ യോനിയിൽ നിന്നും മറ്റുള്ള യോനികളിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ മനുഷ്യ യോനിയിലാണ്, പിന്നെ മൃഗങ്ങളായിരിക്കും, പിന്നെ മത്സ്യമായിരിക്കും, അല്ലെങ്കിൽ മരമായിരിക്കും, അല്ലെങ്കിൽ പക്ഷികളായിരിക്കും. ഇങ്ങനെ ഓരോ യോനിയിൽ നിന്നും ഓരോ സ്പീഷീസിൽ നിന്നും വേറെ സ്പീഷീസിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതായത് മെറ്റീരിയൽ എക്സിസ്റ്റൻസിൽ തന്നെ ആയിരിക്കും, ഈ ഭൗതിക ലോകത്തിൽ തന്നെ ആയിരിക്കും. സോ ഭൗതിക ലോകത്തിൽ നിന്നും ആധ്യാത്മിക ലോകത്തിലേക്കുള്ള പ്രയാണമാണ് ഈ അഷ്ടാംഗ യോഗത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സോ വൺ ഹു സീക്സ് an improvement in health or aspires after material perfection is no yogi according to Bhagavad Gita. So Bhagavad Gita പ്രകാരം അതായത് ഭൗതിക ലോകത്തിലെ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പുഷ്ടി വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന യോഗ അല്ലാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. No does cessation of material existence entail once entering into the void. അപ്പൊ അതുമല്ല ഉദ്ദേശം. അതായത് ഒന്നുമില്ല, ഒരു ശൂന്യമായിട്ടുള്ള ഒരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ള ഉദ്ദേശത്തോടു അല്ല നമ്മൾ യോഗ ചെയ്യുന്നത്. Which is only a myth. There is no void anywhere within the creation of the Lord. Rather, the cessation of material existence enables one to enter into the spiritual sky, the abode of the Lord. The abode of the Lord is also clearly described in the Bhagavad Gita as the place where there is no need of sun, moon or electricity,
All the planets in the spiritual kingdom are self-illuminated like the sun in the material sky. The kingdom of God is everywhere, but the spiritual sky and the planets thereof are called Paramdhama or superior abodes. എന്താണ് ഭഗവത്ഗീതയിലെ ശ്ലോകം? എന്റെ ധാമില് സൂര്യനോ ചന്ദ്രനോ ഇലക്ട്രിസിറ്റി ഒന്നും. യെസ്. ന തദ്ഭാഷേതോ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തതേ തദ്ധാമ പരമം മമ. ഓക്കെ, അവിടെ എന്റെ ആ ലോകത്ത് സൂര്യനുമില്ല, ചന്ദ്രനുമില്ല, അല്ലെങ്കിൽ പാവക ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് പിന്നെ അത് ഇലുമിനേറ്റ് ചെയ്യുന്നത്? സ്വയം ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള ആ തേജസ് കൊണ്ടാണ് അത് ഇലുമിനേറ്റ് ആയിരിക്കുന്നത്. പിന്നെ അവിടെ പോകുന്ന ആള് ഒരിക്കലും ഈ ഭൗതിക ലോകത്തില് തിരിച്ചു വരില്ല എന്നും പറയുന്നുണ്ട്. So a consummate yogi who is perfect in understanding Lord Krishna, as is clearly stated herein by the Lord himself, mat chitta mat para mat sthanam, can attain mat chitta mat para mat sthanam, okay, can attain real peace and can ultimately reach the supreme abode, Krishna Loka, known as Goloka Vrindavana. In the Brahma Samhita 5.37, it is clearly stated, Goloke eva nivashyatya kila atma bhutaha. The Lord, although residing always in his abode called Goloka, is the all-pervading Brahman and the localized Paramatma as well by dint of his superior spiritual energies. എന്താണ് വൈകുണ്ഠം ഗോലോകം തമ്മിലുള്ള വ്യത്യാസം ജിഷമാതാജി? പ്രഭുജി, വൈകുണ്ഠത്തില് ഭഗവാന്റെ ഐശ്വര്യം എന്നുള്ള ഗുണത്തിലല്ലേ? ഓക്കെ. ഗോലോക വൃന്ദാവനം അവിടെ മാധുര്യഭാവം, എല്ലാ ഭാവങ്ങളും ഉണ്ട്. എല്ലാ ഭാവത്തിലും ഭഗവാൻ അവിടെ. ഓക്കെ, അതല്ലാതെ ഗോലോക is the supreme abode. ഓക്കെ. The topmost spiritual abode, അവിടെ ഭഗവാൻ എങ്ങനെയാണ്? ഏത് രൂപത്തിലാണ്? ത്രിഭംഗ രൂപത്തിൽ. ഓക്കെ. വൈകുണ്ഠത്തിലോ? Four-handed form. നാരായണ. വൈകുണ്ഠത്തില് ഒരു എത്ര വൈകുണ്ഠങ്ങളുണ്ട്? Countless. അറിയില്ലേ പ്രഭുജി, കുറെ ഉണ്ടോ? നിഷമാതാജി എത്ര വൈകുണ്ഠുണ്ട്? പോയിട്ടില്ല അല്ലേ? ഒരുപാടുണ്ട്. മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് വൈകുണ്ഠ. നോട്ട് 1 or 2, ബില്യൺസ്, അൺലിമിറ്റഡ്. ഗോലോകം എത്രയുണ്ട്? ഒന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോ വൈകുണ്ഠത്തില് എല്ലാവരും സേവകന്മാരായിട്ടാണ്, ഐശ്വര്യഭാവത്തിലാണ് അവിടെ. അവിടെ നമുക്ക് ഭഗവാനായിട്ട് ഇടപെടാൻ പറ്റുന്നത് ശാന്തരസത്തില്, ദാസ്യരസത്തില്. ഓക്കെ. പിന്നെ ലക്ഷ്മി ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ആ ഒരു ഇതിൽ പോകും, ലക്ഷ്മി ജീസ്. ബാക്കി എല്ലാവരും നമ്മുടെ ബദ്ധ ജീവാത്മാക്കൾ മുഴുവൻ അവിടെ പോകുമ്പോ നമ്മളെന്താ ദാസ്യഭാവം അല്ലെങ്കിൽ ശാന്തഭാവത്തിൽ മാറി. ഗോലോകത്തില് ഭഗവാൻ ആരാണ്? കൃഷ്ണൻ അറിയോ? ആ കൃഷ്ണൻ അറിയോ ഭഗവാനാണെന്ന്? ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയോ കൃഷ്ണൻ ഭഗവാനാണെന്ന്? ഇല്ല. അപ്പോ ഏത് മെലോസും അവിടെ ചേരും. ഇവിടെ എല്ലാവർക്കും അറിയാം നാരായണനാണ്. അതുകൊണ്ട് ഭഗവാനായിട്ട് നമ്മൾ ഭഗവാന്റെ തോളിൽ കൈയിട്ട് നടന്നു പോകാൻ പറ്റുമോ? എന്തിന് ഭഗവാന്റെ പോട്ടെ, സാധാരണ ഒരു ഓർഡിനറി ഫിലിം സ്റ്റാറിന്റെ തോളിൽ കൈയിട്ട് പോകാൻ പറ്റും നമുക്ക്, ഒരു മോർട്ടൽ ബീയിങ്. ഭഗവാന്റെ അങ്ങോട്ട് പോണ്ട. സാധാരണ കുറച്ച് മാഗസിനിലും പേരും പ്രശസ്തി കിട്ടിയ ഒരു ഫിലിം സ്റ്റാറിന്റെ തോളിൽ കയറ്റി നമുക്ക് പോകാൻ പറ്റുമോ? പറ്റുമോ? Yes. So what to speak of who is a controller or proprietor, enjoyer of all that creation? നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, we cannot even fathom the greatness of that person. അദ്ദേഹത്തിന്റെ തോളിൽ കൈയിട്ടിട്ട് പോകാൻ പറ്റില്ല.
അല്ലെ? നേരെ മറിച്ച് അത്രയും ഉയർന്ന നിലയിലിരിക്കുന്ന ആ ഭഗവാന്റെ, ആ പ്രപഞ്ചനാഥന്റെ തോളില് കയ്യിലിട്ടിട്ടും ഓക്കെ മറ്റുള്ള സഖന്മാരുടെ വായിലുള്ള ഇതല്ലേ മോരെ, അത് ആക്കുമ്പോ ഭഗവാൻ വായ തുറന്നിട്ട് എടുക്കുന്നു. അങ്ങനെയുള്ള ഇപ്പൊ ഇവിടെ ലോകത്തിൽ ആരുടെ എന്താ ഉള്ളിൽ കേട്ട് പോകാൻ പറ്റില്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഹരിബോൽ. അങ്ങനെയാണ്. അതാണ് ഗോലോകം. അപ്പൊ അവിടെ ഭഗവാൻ അറിയില്ല ഭഗവാനാണെന്ന്, ഭഗവാന്റെ കൂട്ടുകാരന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ശാന്തഭാവത്തിലും ദാസ്യഭാവത്തിലും സഖ്യഭാവത്തിലും വാത്സല്യഭാവത്തിലും മാധുര്യ എല്ലാ ഭാവത്തിലും ഭഗവാനായിട്ട് അവരുടേതനുസരിച്ച് പെരുമാറാൻ പറ്റും. ഇത് വൈകുണ്ഠത്തിൽ പറ്റില്ല. അതുകൊണ്ടാണ് ടോപ്പ് മോസ്റ്റ് സ്പിരിച്വൽ എബോഡീസ് ഗോലോക വൃന്ദാവന. ആൻഡ് അവിടെ കിട്ടുന്ന ആ ഒരു സംതൃപ്തി ഇവിടെ കിട്ടുന്നില്ല ഇല്ല എന്നല്ല പറഞ്ഞത്. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹയറാർക്കിലി ദാറ്റ് ഈസ് മച്ച് മച്ച് ബെറ്റർ. ബട്ട് ഇതും കംപ്ലീറ്റ് ആണ്. വൈകുണ്ഠത്തിൽ കിട്ടുന്ന അതും കംപ്ലീറ്റ് 100%. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ഫോർ ഹനുമാൻ. ഞാൻ പലപ്പോഴും പറയുന്നത് ഹനുമാനും രാമാനുമായിട്ടുള്ള ബന്ധം എന്താ? സെർവന്റ്. ഓക്കെ, ഹനുമാനെ വിളിച്ച് പറയാണ് ഓക്കെ നമുക്കിത് ഗോലോകത്തിൽ വെക്കാം. ഗോലോകത്തിലെ നമുക്ക് മാധുര്യഭാവത്തില് ചെയ്യാം. ഹനുമാൻ പോവോ? ഒരിക്കലും പോവില്ല. കാരണം he is 100% satisfied in that relation of servant and master. Okay, അപ്പൊ അതുകൊണ്ട് അത് ഇൻകംപ്ലീറ്റ് ആണെന്നല്ല പറഞ്ഞത്. പക്ഷേ ഹൈറാർക്കിലി ഇഫ് യു സീ ദാറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ്. അതിലത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആണ് മാധുര്യഭാവം ഗോപികമാരുടെ. ഓക്കെ, കുറെ വൈകുണ്ഠുണ്ട് പറഞ്ഞ പ്രഭു. അപ്പൊ വിഷ്ണു പറയുന്നത് ഒന്നൊന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ വൈകുണ്ഠത്തിലുണ്ട് നാരായണൻ. ഭഗവാൻ ഇവിടെ ദ്വാരകയില് 16,108 ഭാര്യമാരുടെ വീട്ടിലെ ഓരോ ഭാര്യമാരുടെ വീട്ടിലും ഭഗവാൻ ഉണ്ടായിരുന്നു ഇല്ലേ? ഒരു പാലസിലെ ഒരു കൊട്ടാരത്തിൽ പോകുമ്പോ ഭഗവാൻ ചൂത് കളിക്കുന്നു, ഒരു കൊട്ടാരത്തിൽ പോകുമ്പോ ഭഗവാൻ ഗാർഡനിൽ ഉദ്യാനത്തിൽ നനയ്ക്കുന്നു, ഒരു എന്താ പറയാ കൊട്ടാരത്തിൽ പോകുമ്പോ ഭഗവാൻ തന്റെ കുട്ടികളായിട്ട് സലപിക്കുന്നു, ഒരു കൊട്ടാരത്തിൽ ഭാര്യയായിട്ട് സലപിക്കുന്നു. അങ്ങനെ ഓരോന്നിലും ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള അതേ ഭഗവാൻ. അതേപോലെ വൈകുണ്ഠത്തിലും അതേ ഭഗവാൻ. എല്ലാ വൈകുണ്ഠത്തിലും പല പല ഫോമിലുണ്ട്. So where we have stopped, no one can reach the sorry in the Brahma Samhita 5.37 it is clearly stated Goloka eva nivasatya kilatma bhuta. The Lord, although residing always in his abode called Goloka, is the all pervading Brahman and the localized Paramatma as well by dint of his superior spiritual energies. No one can reach the spiritual sky Vaikuntha or enter into the Lord's eternal abode Goloka Vrindavan without the proper understanding of Krishna and his plenary expansion Vishnu. But mechanically നമുക്ക് വൈകുണ്ഠത്തിലൊന്നും പോകാൻ പറ്റില്ല. ഓക്കെ, പോകാൻ പറ്റുമോ? ഒരു സ്പുട്നിക്കോ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് വൈകുണ്ഠത്തിൽ പോകാം. നാളെ നമുക്ക് എല്ലാവരും വിടുന്നിട്ട് വൈകുണ്ഠത്തിൽ പോകാൻ പറ്റുമോ? ഒരു ഫാമിലി ട്രിപ്പ്. ഇന്ദ്രലോകം പോകാൻ പറ്റില്ല പ്രഭു. ഇന്ദ്രലോകം പോകാൻ പറ്റില്ല പറയാ. അടുത്ത സ്പിരിച്വൽ പിക്നിക് അങ്ങോട്ടാക്കിയാലോ? ഓക്കെ, അപ്പോ I wish I could. അപ്പൊ മാറി നിൽക്കരുത് വിളിച്ചാൽ. ഇല്ല, ഞാൻ ഭൂലോക വൈകുണ്ഠത്തിൽ കൊണ്ടുപോവാം. അവിടുന്ന് ഈസിയാണ് പോവാൻ. ഒരുപാടുണ്ട്. പൂരി ഉണ്ട്, ശ്രീരംഗം ഉണ്ട്, തിരുപ്പതി ഉണ്ട്. ഭൂലോക വൈകുണ്ഠാണ്. ഓക്കെ, അവിടെ എങ്ങോട്ടേ പോരെ. അവിടുന്ന് ബാക്കി പിന്നെ ഭഗവാൻ ഏറ്റുള്ളൂ. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? 2 പ്രാവശ്യം വിളിക്കുന്നു.
അടുത്ത പ്രാവശ്യം പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗോലോക വൃന്ദാവനിൽ പകരം പ്രഭുജി ഇവിടുത്തെ വൃന്ദാവൻ മതിയല്ലോ. ദാറ്റ് ഇസ് ബെറ്റർ, നോ പ്രഭു? ഇവിടുത്തെ ഗോലോക വൃന്ദാവൻ, there's no difference between this വൃന്ദാവൻ and that വൃന്ദാവൻ. നമ്മൾ ആ ഒരു ആത്മീയ കാഴ്ച വേണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ സാധാരണ ഒരു സ്ഥലം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, പൂന്താനം തന്റെ സഹധർമ്മിണിയെ വിളിച്ച പോലെ ആയിരിക്കും. പോയില്ലല്ലോ. പക്ഷെ വീട്ടിലെ എന്താ പറയാ, അവർക്ക് ചാൻസ് കിട്ടി കൊണ്ടുവന്നാലും അങ്ങനെ പറയുന്ന കേട്ടേക്ക് അറിയില്ല സത്യാവസ്ഥ എന്താണ്, അല്ലേ? നിങ്ങൾക്കറിയാൻ കൂടുതൽ. എനിവേ, അപ്പോ ചാൻസ്, ഡോണ്ട് മിസ് ദ ചാൻസ്. എനിവേ, ഈ കൊല്ലം നമുക്ക് പോകാൻ പറ്റില്ല ബിക്കോസ് ഓഫ് പ്രഭുവിന്റെ സോഷ്യൽ ഡിസ്റ്റൻസിങ്. സോ whenever we get a chance, എല്ലാ കൊല്ലം ഒരു 10 ദിവസം മിനിമം നമ്മള് ഒരു സ്പിരിച്വൽ ആധ്യാത്മികമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം തീർച്ചയായും. അപ്പൊ എങ്ങനെ പോകണം? ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, ഒരു പിക്നിക് ആയിട്ട് പോകാൻ പാടില്ല, ഒരു ലീഷർലി ട്രിപ്പായിട്ട് പോകാൻ പാടില്ല. ഭക്തന്മാരുടെ കൂടെ പോകണം. ബാക്കി എല്ലാ മെറ്റീരിയൽ ആക്ടിവിറ്റീസും മാറ്റി വെച്ച് നമ്മള് ഇതിന് മാത്രം കംപ്ലീറ്റ് ടോട്ടൽ നമ്മൾ ഇതിനു വേണ്ടി മാത്രം. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ കുറച്ച് 1-2 ദിവസം താമസിക്കുക, അവിടുത്തെ കഥകൾ, ആത്മീയ കഥകൾ കേൾക്കുക, അവിടുത്തെ സാധുക്കളുടെ അടുത്ത് ഇങ്ങനെ പ്രസാദം കഴിക്കുക. എന്നും രാവിലെ കുറച്ച് ഓസ്ട്രിറ്റിയാണ്, നോട്ട് മച്ച്. രാവിലെ നേരത്തെ നീക്കുക, അമ്പലങ്ങളിൽ പോവുക, പ്രാർത്ഥിക്കുക, അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുക. പിന്നെ മറ്റുള്ള എല്ലാം ഈ കൂടെ ഏതെങ്കിലും ഒരു പ്രഭു ഉണ്ടായിരിക്കും, ആ പ്രഭു നമുക്ക് അതെല്ലാം പറഞ്ഞു തരും. സോ ഇറ്റ്സ് റിയലി പ്യൂരിഫൈ. അപ്പൊ എങ്ങനെ എല്ലാ കൊല്ലവും, അപ്പൊ ഒരാളുടെ 1 മാസ സാലറിയോ 2 മാസ സാലറിയോ എങ്ങനെ ആവശ്യിച്ചാൽ അത് നീക്കി വെക്കുക. ശമ്പളം തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, അത് ഇതിനു വേണ്ടി നീക്കി വെക്കുക. അങ്ങനെ നമ്മൾ എല്ലാ കൊല്ലം പോവാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഒരു ഇൻട്രസ്റ്റ് കിട്ടിയാൽ പിന്നെ പോവാതിരിക്കാൻ പറ്റില്ല. അത്രയും ഇതാണ്. പക്ഷെ ആ മനോഭാവത്തോടുകൂടി പോകണമെന്ന് മാത്രം. നമ്മളൊരു പിക്നിക്കായിട്ട് പോവാൻ നോക്കിയാൽ നമ്മൾ പറയും അവിടെ അതില്ല, അത് ശരിയല്ല, റൂം ശരിയല്ല, ബാത്റൂം ശരിയല്ല, അവിടെ വൃത്തിയില്ല എന്ന്, അതൊന്നും പറയാൻ പാടില്ല. ബുദ്ധിമുട്ടുണ്ടാവും. നമ്മള് ഇവിടെ താമസിക്കുന്ന പോലെ ആയിരിക്കില്ല, ട്രാവലിംഗ് ആയിരിക്കും, കൂടുതൽ ട്രാവലിംഗ് ഉണ്ടായിരിക്കും. ആ കുറച്ച് ഓസ്ട്രിറ്റ് എടുത്താൽ നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് ഒരുപാട്. അവിടെ പോയിട്ട് വൃന്ദാവനത്തിൽ പോയിട്ട് ഓട്ടോറിക്ഷയിൽ പോണെങ്കിൽ സുജയ് പ്രഭുവിന്റെ കൂടെ പോയാൽ മതി. പ്രഭുജി ഓരോ ചാട്ടം വരുമ്പോഴും പ്രഭു ഒന്ന് നീക്കാൻ മതി. പ്രഭു ഒന്ന് നീച്ചോ, രാധേ 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 രാധേ. അല്ലെങ്കിൽ നമ്മുടെ ഒരുമിച്ചല്ലേ പോയത് ഓട്ടോ ട്രിപ്പ്. പക്ഷെ ഭയങ്കര ഞങ്ങള് 1 വർഷം ഗ്യാപ്പായ പോലെ ആ എനർജി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സത്യം പ്രഭു. രാധേ രാധേ. ഇറ്റ് വാസ് റിയലി സ്പിരിച്വൽ. ഞാൻ ആദ്യം ഞങ്ങൾ പോയപ്പോ, ആദ്യം വൃന്ദാവനിൽ പോയ സമയത്ത് ഞങ്ങൾ ഫാമിലി, ഞാനും ശാന്തിയും സരിതയും ശരത്തും മാത്രം. ഒരു വൃന്ദാവനം പറഞ്ഞ എന്താണെന്ന് അറിയില്ല. അഫ്കോഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടെന്നുണ്ട്, അതിന്റെ ആത്മീയമായിട്ടുള്ള ആ വശങ്ങളൊന്നും അറിയാണ്ട് ഞങ്ങൾ പോയപ്പോ എന്തോ ഭഗവാന്റെ ഒരു കൃപ കാരണം ഡൽഹി, ഐ എം ഡിവേറ്റിംഗ് ഫ്രം ദിസ് സബ്ജക്ട്. മുമ്പാണ് പ്രഭുജി? അല്ലല്ല, ഇസ്കോണിന് വന്ന ശേഷം. എങ്കിലും നമ്മൾ പുറത്ത് പോയിട്ടില്ലല്ലോ, നാം യാത്ര പോയിട്ടില്ല. ഓക്കെ, ഒരു കൊല്ലത്തെ ആയിട്ടുണ്ടാവുള്ളൂ, 1 കൊല്ലം 2 കൊല്ലത്തെ ആയിട്ടുള്ളൂ. നമ്മൾ കുറെ ഡ്രൈ ഫിലോസഫി പഠിച്ച് അതൊക്കെ അങ്ങനെയും പറയാന്നല്ലാണ്ട് അതിന്റെ ശരിക്കുള്ള ഇതിൽ അറിയില്ലല്ലോ. അപ്പൊ ധാം യാത്ര ആദ്യം പോവാണ്. അന്ന് ശരത്ത് 4-ലും സരിത ശരത്ത് 4 വയസ്സായിട്ടുള്ളൂ. 4 വയസ്സ് 5 വയസ്സായിട്ടുള്ളൂ. ഓക്കെ, അല്ല 4 വയസ്സല്ല, 86-ലല്ലേ വേണം. ഓക്കെ, എന്തായാലും 3-ലോ 4-ലോ അവനായിട്ടുള്ളൂ. സരിത 6-ലോ 7-ലോ ആയിരുന്നു.
ഡൽഹി ഞങ്ങൾ ആദ്യം ഡൽഹി ഇവിടെ പാർത്ഥസാരഥി ടെമ്പിൾ പോയി. പാർത്ഥസാരഥി ടെമ്പിളൊക്കെ പോയിട്ട് ഇപ്പൊ എങ്ങനെയും ഇപ്പൊ നമുക്ക് ആരെങ്കിലും പരിചയപ്പെടണല്ലോ, പരിചയപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. കാണിച്ച ഒരു ഐഡിയ വേണ്ടേ എങ്ങനെ പോകേണ്ടതെന്ന്. അപ്പൊ എന്താ പറയാ, അങ്ങനെ സംസാരിച്ച സമയത്ത് ഒരു ടാക്സി അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ കൗണ്ടറിൽ പോയിട്ട് ടാക്സി വൃന്ദാവന് പോകാനുള്ള ടാക്സി അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോയപ്പോ അപ്പൊ അടുത്ത് ഒരു പ്രഭു നിൽക്കുന്നു. പ്രഭു UK കാരനാ. അപ്പൊ പഞ്ചകച്ച കൊടുത്തേക്ക് കേട്ടോ, വൈഷ്ണവ ഡ്രസ്സിലാ. അപ്പൊ ഡൽഹിക്ക് പോകണമെന്ന് ഞാൻ ഡൽഹിക്ക് ബുക്കിന് പറഞ്ഞപ്പോ പ്രഭു ചോദിച്ചു ഡൽഹിക്കാണ് പോകണമെന്ന് ചോദിച്ചു. അതേ പറഞ്ഞു. അപ്പൊ എന്താ പ്രഭുവും ഡൽഹിക്കാണ് വരേണ്ടത് ചോദിച്ചു. അതെ ഞാനും ഡൽഹിക്കാണ്, ഞാനും വൃന്ദാവനിലേക്കാണ്. അതായത് ഡൽഹി വൃന്ദാവനിലേക്കാണ്, സോറി ഡൽഹി എന്നാണ് പറയുന്നത്, വൃന്ദാവനിലേക്കാണ് പോകേണ്ടത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രഭു വൃന്ദാവനിൽ താമസിക്കണം ചോദിച്ചു. അതേ പറഞ്ഞു. നിങ്ങളുടെ കൂടെ വന്നോട്ടെ പറഞ്ഞു. തീർച്ചയായിട്ടും വന്നോളൂ. അപ്പൊ ഞങ്ങൾക്ക് അപ്പൊ വൃന്ദാവനിൽ അദ്ദേഹത്തിന്റെ മാതാജി ഗുരുകുലിൽ പഠിപ്പിക്കുകയാണ്. ഈ പ്രഭു UK എന്നാണ്, കുറെ കാലമായിട്ട് ഉണ്ട്, 10-14 വർഷമായിട്ട് ഈ മൂവ്മെന്റിലുണ്ട്. യുകെയിൽ നിന്ന ആളാണ്. മാതാജി അവിടെ പഠിപ്പിക്കുന്നു, പ്രഭു അവിടെ ഡാമില് താമസിക്കുന്നു, എന്തൊക്കെ ചെറിയ ചെറിയ സേവ ചെയ്തിട്ട്. അപ്പൊ എല്ലാം അറിയാം, ഇന്നിന്റെ ഔട്ട് അറിയാം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് കാര്യം പറഞ്ഞപ്പോ 3-4 ദിവസം ഞങ്ങൾക്ക് ഉണ്ട്. അപ്പൊ എല്ലാ ദിവസം ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞു. അവിടെ ചെന്ന് റൂമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. പ്രഭു രാവിലെ നേരത്തെ വരും, ടെമ്പിളിൽ വൃന്ദാവൻ ഇസ്കോൺ ടെമ്പിളിൽ കൊണ്ടുപോകും, അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരും. അവിടുന്ന് എന്താ പറയാ പ്രസാദം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ കൊണ്ടുപോകും എല്ലാ ടെമ്പിളിലും. അങ്ങനെ 3-4 ദിവസം ഗോവർദ്ധന എല്ലാ ടെമ്പിളിലും ഞങ്ങളെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു. ഭഗവാന്റെ അറേഞ്ച്മെന്റ് അല്ലേ പ്രഭുജി? സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആണ്. എല്ലാം മുറക്കി ഒരു, അല്ലെങ്കിൽ നമ്മൾ എന്താ നമ്മൾ പറയില്ലേ നായ പൂരം കാണാൻ പോയ പോലെ എന്ന് പറയില്ലേ. പ്രഭു മാതാജിയും നല്ല മനസ്സോടെയാണ് പോയത് പ്രഭു. സോ അങ്ങനെ ഇറ്റ് വാസ് നൈസ്, വെരി നൈസ്. പിന്നത്തെ ട്രിപ്പില് ഞങ്ങള് ഞങ്ങൾ 13 പേര് ഞങ്ങളുടെ ഫാമിലി, ഞാൻ എന്താ പറയാ അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതും പെർഫെക്റ്റ്ലി അറേഞ്ച്, എല്ലാ ദിക്കിലും ഓരോരുത്തരെ. അത് ഒരു ട്രെയിൻ തെറ്റിയാണല്ലോ കംപ്ലീറ്റ് പോയി, ഒന്നും തെറ്റാണ്ട് 13 പേര് ഞങ്ങളുടെ 3 ഫാമിലി. നമ്മുടെ ഫാമിലി രഞ്ജു അച്ഛൻ, അമ്മ, പിന്നെ മാനസി മാതാജി, രവി പ്രഭു ഫാമിലി, പിന്നെ എന്റെ അമ്മ ശാന്തര അമ്മ. അങ്ങനെ 13 പേര് 13 ദിവസം യാത്ര. അത് എങ്ങനെ അറിയോ, മായപ്പൂര്, കൽക്കത്ത ആദ്യം, കൽക്കത്ത, മായപ്പൂര്, പിന്നെ ഒറീസ ജഗന്നാഥ് പുരി, പിന്നെ അവിടുന്ന് ഋഷികേശ്, ഹരിദ്വാർ, വൃന്ദാവൻ. എല്ലാം ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാ സ്ഥലത്തും ആൾക്കാരൊക്കെ പ്രസാദമൊക്കെ അറേഞ്ച് ചെയ്ത് റൂംസ് എല്ലാം അറേഞ്ച് ചെയ്ത് 13 ദിവസം ഈ 13 പേരെ കൊണ്ട് വളരെ നന്നായിട്ട്, അത് നല്ലൊരു യാത്രയായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാം ഭഗവാന്റെ കൃപ കൊണ്ട് എല്ലാം പിന്നെ ഡിവോട്ടീസ് ആയിട്ടുള്ള നമ്മുടെ യാത്ര തുടങ്ങി. ഓരോ വർഷം മിക്കവാറും ഓരോ വർഷം ഇങ്ങനെ പോകും. സോ ഇറ്റ്സ് റിയലി മാതാജി പറയുന്നത് ശരിക്കും ആ ഒരു ഇതില്ല ചാർജ്, ഒരു 10 ദിവസം, ദ ഹോൾ ഇയർ ഇറ്റ്സ് ഇനഫ്, കംപ്ലീറ്റ് ഫുൾ ചാർജ് ആയിരിക്കും നമ്മള്. പ്രഭുജി അടുത്ത വൈകുണ്ഠ ട്രിപ്പ് ഏത് വൈകുണ്ഠയിലോട്ടാ പ്രഭുജി? പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം കൂടി, നമുക്ക് നമ്മുടെ പേരൻസിനും മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പറ്റുമെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയും അവരെ കൊണ്ടുപോകാം. അവർക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ് ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കില്ല ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ എങ്ങനെയും കൊണ്ടുവന്നത് അങ്ങനത്തെ ഡാമിൽ കൊണ്ടുവന്ന് വളരെ കാര്യമാണ്. It's okay, it's very nice. At least നമുക്ക് കൂടെ നമ്മുടെ പേരൻസിനെ നമ്മൾ പറഞ്ഞില്ലേ, we are all indebted to our parents പല കാര്യങ്ങളും കൊണ്ടും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇത് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇപ്പോഴേ ചെയ്യാൻ പറ്റും. 2019 ഡിസംബർ മായാപ്പൂർ യാത്രയും ഭയങ്കര അൺബിലീവബിൾ ആയിരുന്നു പ്രഭുജി. ബ്യൂട്ടിഫുൾ. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്രഭുജി പ്ലാൻ ചെയ്ത പോലെ തന്നെ വളരെ നന്നായിട്ട് നടന്നു. So this all devotees cooperation also. Okay, so നമ്മൾ എവിടെ നിർത്തി? So what can overcome the path of birth and death? Only by understanding the Supreme Personality of Godhead Krishna. In other words,
perfection of the yoga system is attainment of freedom from material existence and not some marginal jugglery or gymnastic feats to be full innocent people. അങ്ങനെയാണ് സംഗതികള്. അപ്പോ സൗത്ത് ഇന്ത്യൻ യാത്ര അപ്പൊ നമുക്ക് അടുത്തടുത്തുള്ള ടെമ്പിൾസ് ഒരു ഗ്രൂപ്പായിട്ട് പോവാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബസ് എടുത്തിട്ടാ പോയത്. അതിൽ രാമേശ്വരം, മധുര മീനാക്ഷി, ശ്രീരംഗം, കുംഭകോണം ഇങ്ങനെയുള്ള എല്ലാ ദിക്കിലും ഒരൊറ്റ ട്രിപ്പിൽ പോയി. അപ്പോൾ കുറച്ച് ക്ലബ്, അതായത് സെയിം ഏരിയയിലുള്ള കുറെ സ്ഥലത്ത് പോകാൻ പറ്റും. അടുത്ത പ്രാവശ്യം നമുക്ക് നമ്മുടെ സുജയ് ഗൗർചന്ദ്ര പ്രഭുവിനെ ലീഡറാക്കാം. ദാസാനോ ദാസാനോ ദാസ് പ്രഭു. ഹരി ഹരി ബോൾ. Hare Krishna. So 6.16. So ഒരു ശ്ലോകം കൂടി എടുക്കാം അല്ലേ? നാത്യശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തം അനസ്നതഃ ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. സർവപാലക പ്രഭു അവിടെ ഉണ്ടോ? ഉണ്ട് പ്രഭുജി. സോറി, നേരത്തെ ചെറിയ പ്രശ്നമുണ്ട് എന്റെ ലാപ്ടോപ്പിന്. ഇടയ്ക്ക് മൈക്രോഫോൺ സ്റ്റക്ക് ആവും. ഒന്ന് വായിക്കോ. നാദി അസ്നാതസ്തു യോഗോസ്തി ന ചൈകാന്തം അനസ്നതഃ ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. മാതാജി ട്രാൻസ്ലേഷൻ. Mataji, there is no possibility of one's becoming a yogi. Oh Arjuna, if one eats too much or eats too little, sleeps too much or does not sleep enough. Prabhu ne parayyu, explain cheyu. യോഗി ആവാനുള്ള ക്രൈറ്റീരിയ ആണ് ഇവിടെ പറയുന്നത്. കൂടുതൽ അത്യാഹാരം, അതുപോലെ തന്നെ ഒരുപാട് കൂടുതൽ ഉറക്കം, അങ്ങനെ അല്ലെങ്കിൽ തീരെ ഉറക്കമില്ല, എല്ലാം ബാലൻസ് ആണെങ്കിൽ മാത്രമേ, അതായത് കൂടുതൽ കഴിക്കുന്നില്ല, കുറവ് കഴിക്കുന്നില്ല, അതേപോലെ തന്നെ കൂടുതൽ ഉറങ്ങുന്നില്ല, കുറവ് ഉറങ്ങുന്നില്ല, അതിന്റെ അർത്ഥം നമ്മുടെ സെൻസസിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ യോഗിയാവാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ ഇൻ ബ്രീഫ്, റെഗുലേഷൻസ്. ഓക്കെ, റെഗുലേഷൻ ഇസ് എ മസ്റ്റ്. അപ്പൊ ആദ്യമായിട്ട് യമനിയമം. എന്താണ് യമം എന്ന് പറഞ്ഞാൽ? യമം എന്ന് പറഞ്ഞാൽ എന്താ? റൂൾസ്. നിയമങ്ങള്. അപ്പൊ എന്താ വ്യത്യാസം? യമ നിയമമായിട്ട് എന്താ വ്യത്യാസം? Very strict rules. Very strict ആയിട്ടുള്ള rules. നിയമം എന്ന് പറയുന്നുണ്ട്. നമ്മള് റൂൾസും റെഗുലേഷൻസും വ്യത്യാസമില്ലേ? റൂൾസ് ഇന്നത് ചെയ്യണം, എത്ര മണിക്ക് എഴുന്നേക്കണം, ഓക്കെ, ഇത്ര ചാൻഡ് ചെയ്യണം, ഇതൊക്കെ റൂൾസ്. റെഗുലേഷൻ ഇന്നത് ചെയ്യാൻ പാടില്ല. നോ മീറ്റിംഗ്, ഫോർ റെഗുലേഷൻ പറയും. നോ മീറ്റിംഗ്, നോ ഇലിസിറ്റ് സെക്സ്, നോ ഗാംബ്ലിംഗ്, നോ ഇൻടോക്സിക്കേഷൻ. റെഗുലേഷൻ, റൂൾസ് ആൻഡ് റെഗുലേഷൻ. അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് പ്രൊഹിബിഷൻസ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് പാലിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഒരു പെർഫെക്റ്റ് യോഗ്യാവാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എന്താ പറഞ്ഞ ജിഷയ്ക്ക് ആവാൻ പറ്റില്ല യോഗി, എല്ലാം കൂടുതലാണ്. അല്ല, ഒരു മിനിറ്റ്. പ്രഭു യോഗിയായാൽ മാതാജിക്ക് ഓട്ടോമാറ്റിക്കലി ആ യോഗ്യ വര്യത്തിന്റെ ആ ഇത് കിട്ടും, റിസൾട്ട് കിട്ടും. ഇതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുക, അവര് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക, ഞാൻ ഉറങ്ങാതിരിക്കുക, അവര് 10 മണി വരെ കിടന്നുറങ്ങുക. അത് അങ്ങനെയാണ്. ആക്ച്വലി സ്ത്രീകൾക്ക് വളരെ നല്ലതാണ് ഈ കലിയുഗം. കാരണം ഭർത്താക്കന്മാര് നന്നായിട്ട് നമ്മുടെ ഈ ആത്മീയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 50% ബെനിഫിറ്റ് ഉണ്ട്. അവർക്ക് എന്താ ചെയ്യേണ്ടത്? ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. 50% ഭാര്യയ്ക്ക് കിട്ടും അതിന്റെ ഗുണം. അതായത് പ്രഭുവിന് നഷ്ടപ്പെടൂല. അറ്റ് ദ സെയിം ടൈം 50% ദ വൈഫ് വിൽ ഗെറ്റ്. അപ്പൊ ഞാൻ നിർത്തി പരിപാടികളൊക്കെ.
അപ്പൊ ഞാൻ നിർത്തി. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല പ്രഭുജി, അതാണ് ഞങ്ങളുടെ ഒക്കെ ഒരു ഗുണം. Okay. Yes, purport. Regulation of diet and sleep is recommended herein for the yogis. Too much eating means eating more than is required to keep the body and soul together. അപ്പോൾ നമ്മൾ എന്തിനായിരിക്കണം ഭക്ഷണം കഴിക്കുന്നത്? ടു കീപ് ദ ബോഡി ആൻഡ് സോൾ ടുഗദർ. അമിതമായിട്ട് ആദ്യമൊക്കെ എന്താ പറയാ, പ്രവാദം പറയുന്നു, ഈറ്റ് ടിൽ ഹിയർ ആൻഡ് വാക്ക് ലൈക്ക് എ ഡക്ക്. ഓക്കെ, പ്രസാദം ചെന്നിട്ട് ആ കോൺഷ്യസ്നെസ് പ്യൂർ ആവണം, പിന്നെ റെഗുലേറ്റ് ചെയ്യാൻ പറയും. Then you regulate. So it should be only for the body and soul. Okay, there is no need for men to eat animals because there is an ample supply of grains, vegetables, fruits and milk. Such simple foodstuff is considered to be in the mode of goodness according to the Bhagavad Gita. Okay, apo what do you call എന്താ സസ്യാഹാരം അല്ലെ, അതാണ് സാത്വികമായിട്ടുള്ള ഭക്ഷണം. മറ്റേത് എന്താണ്? അനിമൽസ് പ്രൊഡക്റ്റ്. ഇല്ല, രാജസല്ല, അതിലും താഴെ. ആ, അത് താമസാണ്. അതെങ്ങനെ രാജസാവുന്ന? പഴകിയ ആഹാരങ്ങളല്ലേ പ്രഭുജി താമസം? എന്താ പഴകിയ ആഹാരങ്ങളല്ലേ? അല്ലല്ല, അനിമൽസ് കംപ്ലീറ്റ് താമസല്ലേ, താമസിക് ഫുഡാണ്. മറ്റത് എന്താ പറയാ, രാജസം പറഞ്ഞ സ്പൈസി, പഞ്ചൻ, സോർ, കൂടുതൽ അതുള്ള, അതാണ് രാജസം. മറ്റത് ക്ലിയർ ആയിട്ട് പറയുന്നില്ല അല്ലെ പ്രഭുജി? അത് പക്ഷെ വേദങ്ങൾ പറയുന്നുണ്ടല്ലോ, അല്ല ഭഗവത്ഗീതയിലുണ്ടല്ലോ, ഉണ്ട്, 3 ഗുണത്തിലുണ്ട്, ആഹാരത്തിനുണ്ട്. സെഗ്രിഗേറ്റ് ചെയ്തില്ല, മാംസാഹാരം, സസ്യാഹാരം അങ്ങനെ പറഞ്ഞ്. എന്റെ പക്ഷെ പ്രഭുപാദ് പർപ്പോട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ ക്ലിയർ, ഇന്ന എന്താണ് ഗുണത്തിൽ പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് താമസിക്കാണ്. അതുകൊണ്ടാണ് അതായത് താമസമായിട്ടുള്ള തമസിക് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് ഭഗവാന്റെ കാര്യത്തെ പറ്റി മനസ്സിലാവില്ല, എത്ര പറഞ്ഞു കൊടുത്താലും. അതാണ് പറയുന്നത്. So animal food is for those in the mode, animal food is those in the mode of ignorance. Here there is no need for men to eat animals because there is an ample supply of grains, vegetables, fruits and milk. Such simple foodstuff is considered to be in the mode of goodness according to Bhagavad Gita. Animal food is for those in the mode of ignorance. Tamogunathil aalkarkana. Therefore those who indulge in animal food, drinking, smoking and eating food which is not first offered to Krishna will suffer sinful reaction because of eating only polluted things. Munjade te tvagam pava ye pachanti atma karanat. Endana sloka parayu. Esta sister എന്താ യജ്ഞാർത്ഥോർ കർമ്മണോ യത്ര. അല്ല, ശാന്തം ഉച്ചന്തേ സർവ കിൽബിഷി ഭൂഞ്ചതേ ഭാഗം ഏ പചന്തി ആത്മകാരണം. യജ്ഞശിഷ്ടാസിനോ ശാന്തോ ഉച്ചന്തേ സർവ കിൽബിഷി ഭൂഞ്ചതേ പാപം ഏ പചന്തി ആത്മകാരണാത്. സോ ഇഫ് യു ആർ നോട്ട് ഓഫറിങ്, അതായത് നമ്മൾ ഭഗവാനെ അർപ്പണം ചെയ്യാതെ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും എന്താ, വെറും പാപം മാത്രമാണ് ഞാൻ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓക്കെ, നമുക്ക് എല്ലാം ഭഗവാനോട് അർപ്പിച്ച് കഴിക്കാം. അതില് മത്സ്യവും മാംസം ചെയ്യാൻ പറ്റുമോ? ഇല്ല, ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് താമസിക് ഫുഡാണ്. താമസിക്കായിട്ടുള്ള ആ ഭക്ഷണം ശുദ്ധ സാത്വിക് സ്റ്റേജിലുള്ള സനാതനമായിട്ടുള്ള സച്ചിദാനന്ദമായിട്ടുള്ള ഭഗവാൻ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഭഗവാൻ തന്നെ പറയുന്ന പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ചതി തദഹം ഭക്തി ഉപകൃതം സ്നാമി പ്രയതാത്മന. അപ്പൊ നമുക്ക് എന്താകും? പത്രം പുഷ്പം ഫലം തോയം. അവിടെ അണ്ടം ചിക്കണം മട്ടണം ഒന്നും പറഞ്ഞിട്ടില്ല, ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഭഗവാൻ കൊടുക്കാൻ പറ്റില്ല. സാത്വികമായിട്ടുള്ള കാര്യങ്ങള് അതും ഭഗവാന് അർപ്പണം ചെയ്തിട്ട് അതിന്റെ ഉച്ചിഷ്ടം നമ്മൾ കഴിക്കണം. അപ്പോഴാണ് നമുക്ക് പാപത്തിൽ നിന്ന് മോചിക്കാൻ പറ്റുള്ളൂ, മോചനം കിട്ടുള്ളൂ. ഭൂഞ്ചതേ തേ ത്വകം പാപ ഏ പചന്തി ആത്മകാരണാത്. അതെ,
anyone who eats for sense pleasure or cooks for himself, not offering his food to Krishna, eats only sin. അവരെന്താ കഴിക്കുന്നത്? പാപം മാത്രം കഴിക്കുന്നത്. One who eats sin and eats more than is allotted to him cannot execute perfect yoga. It is best that one eat only the remnants of foodstuff offered to Krishna. A person in Krishna consciousness does not eat anything which is not first offered to Krishna. Therefore, only the Krishna conscious person can attain perfection in yoga practice. Nor can one who artificially abstains from eating, manufacturing his own personal process of fasting, practice yoga. അപ്പോൾ ഇത് ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് കഴിക്കാതിരിക്കുക. ഓക്കെ, പിന്നെ നമ്മളുടെ ചില ദിവസങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ നമ്മൾ ഉപവാസം സ്വീകരിക്കുക. ഭൗതിക ലോകത്തെ ഓരോ ഗുണത്തിന് വേണ്ടിയിട്ട്, മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, പൊളിറ്റിക്കൽ റീസണിന് വേണ്ടിയിട്ട് ഫാസ്റ്റ് ചെയ്യുക. ഇതൊന്നും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. ചില പൊളിറ്റീഷ്യൻസ് സത്യാഗ്രഹം ചെയ്യലോ, ഒന്നും കഴിക്കാണ്ടേ. ഗാന്ധിജി അതൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല അതിന്റെ ഉദ്ദേശം. അത്യാഗ്രഹമാണ് പ്രഭു. സത്യാഗ്രഹം അത്യാഗ്രഹമാണ്. കാരണം എന്തിനുള്ള അത്യാഗ്രഹം? പവറിനോടുള്ള അത്യാഗ്രഹം, എന്റെ എന്നുള്ള അതിന്റെ അത്യാഗ്രഹം. അപ്പൊ അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സോ nor can one artificially abstains from eating, manufacturing his own personal process of fasting, practice yoga. അവർക്കും ചെയ്യാൻ പറ്റില്ല. The Krishna conscious person observes fasting as it is recommended in the scriptures. എന്താണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഏകാദശി, appearance and disappearance of exalted Vaishnavas, appearance, disappearance of their lordships, Janmashtami, Gaur Purnima, Ramanavami, Narasimha Chaturdashi, Balram Jayanti, Radha Ashtami, ഇതൊക്കെ അന്ന് നമുക്ക് ഫാസ്റ്റ് ചെയ്യാം. ഇതൊക്കെ അപ്പൊ എന്താ ശാസ്ത്രത്തിൽ പറഞ്ഞാൽ അത് പ്രകാരം ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ വി ഷുഡ് നോട്ട് മാനുഫാക്ചർ അവർ ഓൺ ഡേയ്സ് ആൻഡ് ഡേറ്റ്സ്. വൺ ഹു ഈറ്റ്സ് മോർ ദാൻ റിക്വയർഡ് വിൽ ഡ്രീം വെരി മച്ച് വൈൽ സ്ലീപ്പിംഗ്. ആർക്കെങ്കിലും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? കൂടുതൽ കഴിച്ചാൽ സ്വപ്നം കാണുന്നേ. One who eats more than required will dream very much while sleeping, and he must consequently sleep more than is required. കൂടുതൽ കഴിച്ചാൽ ആവശ്യത്തിനധികം ഉറങ്ങേണ്ടി വരും. One should not sleep more than 6 hours daily. One who sleeps more than 6 hours out of 24 hours is certainly influenced by the mode of ignorance. അപ്പൊ നമ്മൾ സ്വയം തീരുമാനിക്കണം നമ്മൾ ഏത് മോഡിലാണെന്ന്. കണ്ടിന്യൂസ്ലി ഇഗ്നോറൻസ് ഉണ്ടാവും പ്രഭു. ഡെയിലി സ്വപ്നം കാണാറുണ്ട്. എനിക്ക് ഒരു ഉത്തരം കിട്ടി പ്രഭുജി. എന്താണ് ഞാൻ ഡ്രീം കാണുന്നെന്നുള്ളതിന്റെ? ഡെയിലി കാണാറുണ്ടോ? ഉവ്വ പ്രഭു. അപ്പൊ ഇതൊന്നും ചോദ്യം ചോദിക്കില്ല, അതൊക്കെ സ്വയം മനസ്സിലാക്കുക. A person in the mode of ignorance is lazy and prone to sleep a great deal. Such a person cannot perform yoga. അത് ഭക്തി യോഗയിലും ശരി അഷ്ടാംഗ യോഗയിലും ശരി ഇതെല്ലാം അപ്ലിക്കബിൾ ആണ്. Okay, we'll stop here. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഓൺ ചെയ്യാം വീഡിയോ. യെസ്. ഹരേ കൃഷ്ണ മാതാജി, സരിത മാതാജി. ബൽദേവ് പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അഭിഷേകം ചെയ്തു എല്ലാരും? ഹരിബോൾ പ്രഭു. ചെയ്തു പ്രഭുജി. ഓ പ്രഭുജിയുടെ അടുത്ത് ഡേറ്റീസ് കാണാൻ എന്ത് രസമായിരുന്നു. വൈറ്റ് ഡ്രസ്സും. അപ്പൊ പ്രസാദം, അഭിഷേക പ്രസാദം വേണമെങ്കിൽ വീട്ടിൽ വന്നാൽ തരാം.
അധികം പറയണ്ട, ഞങ്ങൾ അവിടെ എത്തും. എത്തില്ല എന്നുള്ള ധൈര്യത്തിൽ പ്രഭുജി അപ്പൊ നാളെ എന്താണ് പ്രഭുജി സ്പെഷ്യൽ ആയിട്ട് ചെയ്യേണ്ടത്? ബലറാം ജയന്തി അത് 3-ാം തീയതി അല്ലേ മാതാജി? ബലറാം ജയന്തി 3-ാം തീയതി അല്ലേ? 3-ാം തീയതിയാണ്. 3-ാം തീയതി. 3-ാം തീയതി എന്താണ് പ്രഭുജി ചെയ്യേണ്ടത്? 3-ാം തീയതി ഹാഫ് ഡേ ഫാസ്റ്റിംഗ് ആണ്. ഓക്കെ ഓക്കെ, ഹാഫ് ഡേ ഫാസ്റ്റിംഗ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫീസ്റ്റിംഗ്. അന്ന് അഭിഷേകം അങ്ങനെയൊന്നുമില്ല പ്രഭുജി? നമുക്ക് എന്താ പറയാ, ഗവർണർ വേണ്ടി ചെയ്യാം, പക്ഷെ നമ്മൾ ആൾറെഡി ഇന്ന് ചെയ്യും.